അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാനും മറന്നേക്കരുത്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കഥകൾ വായിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത്തരത്തിലുള്ള കഥകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. എന്താ? അല്പം ഗൗരവത്തോടെ ജാനി അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത്? എതിരെ നിൽക്കുന്നവൻ്റെ കണ്ണുകൾ പോലും പുഞ്ചിരിക്കുന്നു. എന്തിനാ ഞാൻ പോകുന്നിടത്തൊക്കെ വരുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി നടക്കുന്നത്? ജാനിക്ക് ദേഷ്യം വന്നു പോയി. ഇഷ്ടമായതുകൊണ്ട്. ഒറ്റ വാക്കിൽ അവൻ ഉത്തരം ഒതുക്കി. ഇഷ്ടപ്പെട്ടു പോയില്ലേ? ഇനി എങ്ങനെ ഞാൻ മനസ്സിൽ നിന്ന് പറിച്ചു കളയും? ചിരിയോടെ ചോദിക്കുകയാണ് അവൻ. എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതെന്താ? നമ്മൾ തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. ജാനി പറയുന്നതിനൊപ്പം നടത്തത്തിൻ്റെ വേഗത കൂട്ടി. എന്നാ ആര് പറഞ്ഞു? ചിരിയോടെ ആദിത്യൻ ചോദിച്ചു. കണ്ണിന് തിമിരമില്ലാത്തവർക്കൊക്കെ പറയും. ജാനി മുഖം കുനിച്ചുകൊണ്ട് നടത്തം വേഗത്തിലാക്കി. തനിക്ക് ലോകത്ത് വേറെ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊണ്ടാണോ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ജാനി അവൻ്റെ മുഖത്ത് പോലും നോക്കാതെ ചോദിച്ചു. എനിക്കൊരു പെണ്ണിനെ കിട്ടാം, വലിയ പാടൊന്നുമില്ല എന്ന് നിന്നെപ്പോലെ എനിക്കും അറിയാം ജാനി. പറയുന്നതിനൊപ്പം ആദ്യം അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. ജാനി ആ പിടുത്തം കുടഞ്ഞെറിഞ്ഞു. അതൊരു പൊതുവഴിയാണെന്ന് രണ്ടുപേരും അന്നേരം മറന്നുപോയിരുന്നു. പിന്നെ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? ആരെങ്കിലും തേടിപ്പിടിച്ച് അങ്ങ് വിവാഹം ചെയ്തോടെ? ജാനിക്ക് ദേഷ്യം വന്നു, ഒപ്പം സങ്കടവും. എൻ്റേതാവാ എന്ന് വാക്ക് തന്നത് നീയല്ലേ? ആദിത്യനും ദേഷ്യം വന്നു. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എന്തോ പറഞ്ഞു എന്ന് വിചാരിച്ച് താൻ ഇപ്പോഴും അത് മനസ്സിട്ട് നടക്കുകയാണോ? അതൊക്കെ മറന്നു കളഞ്ഞോ ആദിത്യ? നമുക്കിപ്പോൾ പ്രായം 18 വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇഷ്ടങ്ങൾ പലതും മാഞ്ഞു, മോഹങ്ങൾ പലതും മരിച്ചു. പറയുന്നതിനൊപ്പം നിറഞ്ഞു വരുന്ന കണ്ണുകളെ ജാനി അമർത്തി തുടച്ചു. എൻ്റെ ഇഷ്ടങ്ങളൊന്നും അങ്ങനെ മാഞ്ഞു പോയിട്ടില്ലടി. പറഞ്ഞു മോഹിപ്പിച്ചിട്ട് അങ്ങനെ എന്നെ തനിച്ചാക്കാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുകയും വേണ്ട. ഒരു താലി ആദ്യത്തെയും കിട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴുത്തിൽ തന്നെയായിരിക്കും. തന്നിൽ നിന്ന് നടന്നു നീങ്ങുന്നവളെ നോക്കി ആദി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജാനി തൻ്റെ ചെവികൾ പൊത്തി, അവൻ്റെ സ്വരം കേൾക്കാതെ ഇരിക്കാൻ, അവനെക്കുറിച്ച് ഓർക്കാതെ ഇരിക്കാൻ. പക്ഷെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവനാണ് വേരൂന്നിയിരിക്കുന്നത്. എത്രയൊക്കെ നിഷേധിച്ചാലും അത് പഠിച്ചറിയാൻ കഴിയില്ല എന്ന് ജാനിക്ക് നന്നായിട്ടറിയാം. ജാനിയുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുമ്പേയുള്ള കാലത്തേക്ക് നീണ്ടു. ആദിത്യൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ജാനിയുടെ അമ്മ ശാരദ. ജാനിക്കൊരു അനിയൻ കൂടെ ഉണ്ട്, ജിതിൻ. ശാരദ കൈലാസത്ത് ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ജാനിയെയും ജിതിനെയും കൊണ്ടുപോകും. അമ്മയുടെ കൂടെ അത്ര നല്ല ഓർമ്മകളൊന്നുമില്ല ജാനിക്ക്. അമ്മയ്ക്ക് എപ്പോഴും താല്പര്യം ജിതിനോടായിരുന്നു. സ്വന്തം മക്കളോട് എങ്ങനെയാണ് ഇങ്ങനൊരു വേർതിരിവ് കാണിക്കുന്നത് എന്ന ചോദ്യത്തിനൊരുത്തരം എത്ര ആലോചിച്ചിട്ടും ജാനിക്ക് കിട്ടിയിട്ടുമില്ല. ആദിത്യൻ്റെ മനസ്സിൽ ജാനിയോടുള്ള പ്രണയം വെറും ഒരു കൗതുകമല്ല, മറിച്ച് അവൾ അനുഭവിച്ച സങ്കടങ്ങൾ കൺമുന്നിൽ കണ്ട് അവളെ ചേർത്ത് പിടിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് മുളപൊട്ടിയ തീവ്ര അനുരാഗമായിരുന്നു. ജാനിയെ പോലെ ആദിയും ജാനിയെക്കുറിച്ചുള്ള ചിന്തകളിലായിരുന്നു അന്നേരം. അവൻ്റെ ഉള്ളിലും ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ വേരോടുന്നുണ്ടായിരുന്നു. ജാനി അനുഭവിച്ച ഓരോ യാതനകളും അവൻ്റെ ഉള്ളിൽ അലകൾ തീർത്തു. നീ അതിനെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കേണ്ട ശാരദേ. ആദിയുടെ അമ്മ ഇടയ്ക്ക് ജാനിയെ കൊണ്ട് ശാരദ കട്ടിപ്പണി എടുപ്പിക്കുന്നത് കണ്ടാൽ അവരെ അങ്ങ് ശാസിക്കൂ. ഓ, എടുത്ത് പഠിക്കട്ടെ കൊച്ചമ്മേ. എനിക്കൊന്ന് വയ്യാതായ അവൾക്ക് ജീവിക്കാൻ ഒരു കൈത്തൊഴിൽ അറിഞ്ഞോട്ടെ, ശാരദ നിസ്സാര മട്ടിൽ പറഞ്ഞു കളയും. മുറ്റടിക്കലും പാത്രം കഴുകലും ആണോ ശാരദ കൈത്തൊഴിൽ? സാവിത്രിയമ്മക്ക് അത് കേൾക്കുമ്പോൾ പുച്ഛാണ്. ആ, അല്ലാതെ പിന്നെ ഇവിടെ പഠിച്ച് കളക്ടർ ആവാനൊന്നും പോകുന്നില്ലല്ലോ, ശാരദ പരിഹാസത്തോടെ പറഞ്ഞു കളയും. പഴയ കാലത്തിൻ്റെ ആ കൈപ്പേറിയ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരച്ചു കയറിയപ്പോൾ പുതുവഴിയിലാണെന്ന കാര്യം പോലും മറന്ന് ജാനിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ചെവികൾ പൊത്തിപ്പിടിച്ചിട്ടും ആദിത്യൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ ചെന്ന് തറക്കുകയായിരുന്നു. അവൻ പറഞ്ഞത് എത്ര സത്യമാണ്. നിഷേധിക്കാൻ ശ്രമിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ വേരുകൾ ചെന്നെത്തുന്നത് ആ പഴയ കുട്ടിക്കാലത്തേക്കാണെന്ന് അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഓർമ്മകളുടെ പഴയ ഓലമേഞ്ഞ വീട് ജാനിയുടെ മനസ്സിൽ തെളിഞ്ഞു. ജിത്തുട്ടാ, കൈലാസത്തെ വലിയ തമ്പുരാട്ടി കൊടുത്തയച്ച നെയ്യപ്പമ്മ എൻ്റെ മോന് ഇഷ്ടമാണെന്നറിഞ്ഞിട്ടാ അവർ തന്നത്. അന്ന് ശാരദ തുണിസഞ്ചിയിൽ നിന്ന് എണ്ണയിൽ പൊരിച്ചെടുത്ത നല്ല രുചിയുള്ള നെയ്യപ്പങ്ങൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ജിതിൻ്റെ കണ്ണുകൾ ആർത്തിയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൻ അതിൽ നിന്ന് ഒരെണ്ണമെടുത്ത് കടിച്ചു തിന്നുമ്പോൾ ആ മധുരമുള്ള മണം ആ ചെറിയ വീടിൻ്റെ അന്തരീക്ഷത്തിലാകെ പടർന്നിരുന്നു.
അടുക്കളയിലെ ഇരുണ്ട കോണിൽ മൺകലത്തിൽ ബാക്കി വന്ന തലേ ദിവസത്തെ പഴയ കഞ്ഞിയിലേക്ക് ഉപ്പിടുകയായിരുന്നു 9 വയസ്സുകാരി ജാനി അന്നേരം. നെയ്യപ്പത്തിൻ്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറിയപ്പോൾ അറിയാതെ അവളുടെ വായിൽ വെള്ളമൂറി. കൊതി സഹിക്കാനാവാതെ അവൾ പതുക്കെ തിരിഞ്ഞു നോക്കി പേടിയോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കൊരെണ്ണം തരുവോ? അതുവരെ അനിയനോട് ചിരിച്ചു നിന്ന അമ്മയുടെ മുഖം പെട്ടെന്ന് കടുക്കുന്നതും ആ കണ്ണുകളിൽ ദേഷ്യം നിറയുന്നതും ജാനി ഭയത്തോടെയാണ് കണ്ടത്. നിനക്കെന്തിനാടി നെയ്യപ്പം? ഉള്ള കഞ്ഞി കുടിച്ച് അങ്ങോട്ട് കിടക്കാൻ നോക്ക്. ആൺപിള്ളേർ വളരുന്ന പ്രായമാ, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം. നെയ്യപ്പവും ബിരിയാണി തിന്നാൻ വന്നേക്കുന്നു വലിയ തമ്പുരാട്ടി. ചെലവ് കൂട്ടാൻ വേണ്ടി ഓരോന്ന് ജനിച്ചോളും. അമ്മയുടെ ആ വാക്കുകൾ ഒരു ചാട്ടുടി പോലെ തൻ്റെ കൊച്ചു മനസ്സിൽ ചെന്ന് തറച്ചതും കഞ്ഞിപ്പാത്രവുമായി തറയിലിരുന്ന് കരഞ്ഞതും ജാനി ഇന്നലെ എന്നോണം ഓർത്തു. പുളിച്ചു തുടങ്ങിയ കഞ്ഞിവെള്ളം തൊണ്ടക്കുഴിയിലൂടെ ഇറക്കാൻ അന്ന് അവൾ ഒരുപാട് പാടുപെട്ടിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം കൈലാസത്ത് വീടിൻ്റെ അടുക്കള വശത്തെ പടിക്കെട്ടിൽ വന്നിരുന്ന തൻ്റെ മുന്നിലേക്ക് വലിയൊരു വാഴയിലപ്പൊതി നീണ്ടപ്പോഴാണ് ജാനി ഞെട്ടി തലയുയർത്തി നോക്കിയത്. മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ആദിയേട്ടൻ. ഇത് വാങ്ങി അകത്തു പോയിരുന്ന് കഴിക്ക് ജാനി, നല്ല ചൂടുള്ള ഉണ്ണിയപ്പമുണ്ട്. അമ്മ അറിയാതെ ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതാ നിനക്ക് വേണ്ടി. ആദിത്യൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതുകളിലുണ്ട്. വേണ്ട ആദിയേട്ടാ, അമ്മ കണ്ട എന്നെ തല്ലും എന്ന് പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയ തൻ്റെ കയ്യിലേക്ക് ആ പൊതി ബലമായി ഏൽപ്പിച്ച് അവൻ കാവൽ നിന്നു. ആദ്യത്തെ കടിയിൽ മധുരം നാവിൽ തൊട്ടപ്പോൾ സങ്കടവും നന്ദിയും കൊണ്ട് തൻ്റെ കണ്ണീർ തുള്ളികൾ ആ ഇലയിലേക്ക് ഇറ്റു വീണത് ജാനി ഇന്നും മറന്നിട്ടില്ല. തൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് ജാനി ആദിത്യനെ ഒന്ന് നോക്കി. അമ്മ പട്ടിണിക്കിട്ടപ്പോഴൊക്കെ ഇതേപോലെ തനിക്ക് ജീവനായവൻ, തനിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ആഹാരം ഒളിച്ചു തന്നവൻ, സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടിയ അവഗണനയുടെ കൈപ്പേറിയ ഓർമ്മകൾക്കിടയിലും തൻ്റെ മനസ്സിൽ പ്രണയത്തിൻ്റെ ആദ്യ മധുരം നിറച്ചവൻ, അങ്ങനെയുള്ള അവനെ എങ്ങനെയാണ് ഈ ജന്മത്തിൽ തനിക്ക് മറക്കാൻ കഴിയുക? ജാനി ഓർത്തുപോയി. ആദ്യയെക്കുറിച്ചുള്ള നനവോർമ്മകൾ ഇനിയുമേറെയാണ്. നടത്തത്തിന് വേഗത കൂട്ടുമ്പോഴും ജാനിയുടെ മനസ്സ് വീണ്ടും ഭൂതകാലത്തിൻ്റെ ആ പഴയ ഇടനാഴികളിലേക്ക് ഓടിയെത്തി. അമ്മയുടെ വേർതിരിവ് ഭക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ചുണ്ടുകളിൽ ഒരു കൈപ്പേറിയ പുഞ്ചിരി നിറഞ്ഞു. പഠനത്തിൻ്റെ കാര്യത്തിൽ അമ്മ കാണിച്ച ക്രൂരത ജാനിയുടെ കുഞ്ഞു മനസ്സിനെ എത്രമാത്രം തളർത്തിയിരുന്നെന്ന് അവൾക്ക് മാത്രമാണ് അറിയാവുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയായിരുന്നു അന്ന്. എനിക്ക് പുതിയ ബാഗും വേണം അമ്മേ, ക്ലാസ്സിലെ വിനുവിന് അതെല്ലാം ഉണ്ട്. ജിതിൻ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വാശി പിടിക്കുകയായിരുന്നു. വാങ്ങിത്തരാടാ എൻ്റെ മോനെ, ടൗണിൽ പോകുമ്പോൾ നല്ല ഒന്നാന്തര ബാഗും നീ ചോദിച്ച ആ പേനയും അമ്മ വാങ്ങിത്തരാം. എൻ്റെ മോൻ നന്നായിട്ട് പഠിച്ചാൽ മതി. ശാരദ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് കൊഞ്ചിച്ചു. അടുക്കള തിണ്ണയിലിരുന്ന് പഴയൊരു പാഠകപുസ്തകത്തിൻ്റെ താളുകൾ പശ വെച്ചൊട്ടിക്കുകയായിരുന്നു ജാനി അന്നേരം. ആ സംഭാഷണം കേട്ടപ്പോൾ അവളുടെ ഉള്ളിലും ചെറിയൊരാഗ്രഹം മുളപൊട്ടി. കഴിഞ്ഞ വർഷം മുഴുവൻ അവൾ എഴുതിയത് വിരലിൽ പിടിക്കാൻ കൊള്ളാത്തത്ര ചെറിയ പെൻസിൽ കഷ്ണങ്ങൾ കൊണ്ടായിരുന്നു. നോട്ട് ബുക്കുകൾ തീർന്നപ്പോൾ പലപ്പോഴും അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ തന്ന ബാക്കി പേജുകൾ കീറിയെടുത്താണ് അവൾ തുന്നിക്കൂട്ടിയത്. ക്ലാസ്സിൽ എല്ലാ പരീക്ഷയ്ക്കും 1ാം സ്ഥാനം ജാനിക്കായിരുന്നിട്ടും ശാരദ അതൊരിക്കലും കണ്ടതായി നടിച്ചതേയില്ല. അമ്മേ, ജാനി പതുക്കെ വിളിച്ചു. എനിക്ക് 2 പുതിയ നോട്ട് ബുക്കുകളും ഒരു പേനയും വേണം. പഴയ ബുക്കിലൊന്നും ഇനി എഴുതാൻ സ്ഥലമില്ല അമ്മേ. ശാരദയുടെ മുഖത്തെ ആ ചിരി അപ്പടി മാഞ്ഞുപോയി. അവർ തിരിഞ്ഞ് ജാനിയെ ഒരു ഭാവവുമില്ലാതെ നോക്കി. ബുക്കോ? നിനക്കെന്തിനാടി പുതിയ ബുക്കും പേനയും? വല്ലതും എഴുതണമെന്നുണ്ടെങ്കിൽ ചിത്തുൻ്റെ പഴയ ബുക്കിൻ്റെ പുറകിൽ ഒഴിഞ്ഞു കിടക്കുന്ന പേജുകളിൽ എഴുതിയാൽ പോരെ. പെൺപിള്ളേർക്ക് ഇത്ര വലിയ പഠിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ തമ്പുരാട്ടിയുടെ വീട്ടിൽ അടിച്ചു തളിക്കാൻ പോകാൻ വലിയ അക്ഷരജ്ഞാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ശാരദ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. പക്ഷെ അമ്മേ, എനിക്ക് പരീക്ഷയ്ക്ക് എല്ലാത്തിനും മാർക്കുണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞു എന്നെ വലിയ സ്കൂളിൽ ചേർത്താൽ. ജാനി പറഞ്ഞു തീർക്കും മുമ്പേ ശാരദയുടെ കയ്യിലിരുന്ന ചൂല് അവളുടെ പുറത്ത് വീണിരുന്നു. എതിർത്ത് സംസാരിക്കുന്നോടി, നീ ഒരു പെണ്ണ എന്ന ബോധം നിനക്ക് വേണം. നിന്നെ കെട്ടിച്ചേക്കാൻ എൻ്റെ കയ്യിൽ സ്വർണവുമില്ല പണവുമില്ല. നീ ഇവിടെ കിടന്ന് പഠിച്ച് വലിയ കളക്ടർ ആകാനൊട്ടും പോകുന്നുമില്ല. മിണ്ടാതെ അകത്തുപോയി നാളേക്കുള്ള ജിതിൻ്റെ യൂണിഫോം അലക്കി വെക്കാൻ നോക്ക്. ശാരദ ദേഷ്യത്തോടെ ആക്രോശിച്ചു. കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടിയ ജാനി അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. താൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് പോലും ആ കുഞ്ഞു മനസ്സ് ചിന്തിച്ചു പോയി. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരം കൈലാസത്തിൻ്റെ വലിയ ചാമ്പക്ക മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ജാനിയുടെ മുന്നിലേക്ക് ഒരു നീല നിറത്തിലുള്ള വലിയ കവർ വന്ന് വീണു.
ഞെട്ടി നോക്കി അവൾ കണ്ടത് സൈക്കിളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദിത്യനെയാണ്. ഇതെന്താ ആദ്യേട്ടാ? ജാനി ചോദിച്ചു. തുറന്നു നോക്ക്, ആദിത്യൻ ചിരിയോടെ പറഞ്ഞു. അവൾ പതുക്കെ ആ കവർ തുറന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അതിൽ പുതിയ 5 നോട്ട് ബുക്കുകളും 3 പേനകളും ഉണ്ടായിരുന്നു. അതിലൊരു പേന ജിതിൻ ചോദിച്ചതുപോലെ പല നിറമുള്ള പേനയായിരുന്നു. ആദ്യേട്ടാ, ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണോ? പക്ഷേ എൻ്റെ കയ്യിൽ തരാൻ പണമില്ല. അമ്മ അറിഞ്ഞാൽ. ജാനിയുടെ സ്വരം ഇടറി. നിന്റെ അമ്മയോട് ആരാണ് പറയാൻ പോകുന്നത്? ഞാൻ ഇന്നലെ നീ കരയുന്നത് കണ്ടിരുന്നു. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ വർഷം 2 സെറ്റ് ബുക്കുകൾ വേണമെന്ന്. അമ്മ എനിക്ക് വാങ്ങിത്തന്നതിൽ പകുതിയാണിത്. പിന്നെ ഈ പേന, ഇത് ഞാൻ എൻ്റെ പോക്കറ്റ് മണിയൊക്കെ കൂട്ടിവെച്ച് നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ആദിത്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആദ്യേട്ടാ. ജാനി ആ ബുക്കുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊടിഞ്ഞു. നീ നന്നായി പഠിക്കണം ജാനി. നിന്റെ അമ്മ പറയുന്നതൊന്നും നീ കേൾക്കണ്ട. ഈ ആദ്യേട്ട ഉള്ളിടത്തോളം കാലം നിനക്ക് പഠിക്കാൻ ആവശ്യമായതെല്ലാം ഞാൻ എത്തിച്ചു തരും. ആരും നിന്നെ തളർത്താൻ ഞാൻ അനുവദിക്കില്ല. ആദിത്യൻ അവളുടെ കുഞ്ഞു കൈകളിൽ പിടിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഓർമ്മകളുടെ അടുത്ത താൾ ജാനിയുടെ മനസ്സിൽ തുറന്നപ്പോൾ അവൾ തൻ്റെ വലത് കൈപ്പത്തിയിലേക്ക് പതുക്കെ നോക്കി. പണ്ട് കൈലാസത്തിലെ വലിയ മുറ്റമടിച്ച് തഴമ്പിച്ച ആ പഴയ അടയാളങ്ങൾ ഇപ്പോഴും അവിടെ തങ്ങി കിടപ്പുണ്ട്. ശാരദ സ്വന്തം പണിയെടുക്കാൻ എളുപ്പമാക്കാൻ വേണ്ടി ജാനിയെ എങ്ങനെയാണ് ഒരു അടിമയെ പോലെ പണിയെടുപ്പിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ജാനിയുടെ ഉള്ളിൽ ഒരു വിറയൽ പായും. കൈലാസം തറവാട്ടിൽ എന്തൊക്കെയോ പുതുക്കിപ്പണികൾ നടക്കുന്ന കാലമായിരുന്നു അത്. പറമ്പിലെ ഉണങ്ങിയ ഓലകളും ചപ്പുചവറുകളും എല്ലാം കൂട്ടിയിട്ട് കത്തിക്കാനും മുറ്റം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനും വലിയ തമ്പുരാൻ ശാരദക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ശാരദ ചെയ്തത് മറ്റൊന്നായിരുന്നു. അവർ രാവിലെ തന്നെ ജിതിനെ സുഖമായി വീട്ടിലിരുത്തി ജാനിയെയും കൂട്ടി കൈലാസത്തിലേക്ക് തിരിക്കും. ജാനി, ആ വലിയ ഇടുക്കിൽ ചൂലെടുത്ത് ആ തെക്കേ പറമ്പ് മുഴുവൻ അടിച്ചു വൃത്തിയാക്കണം. ഒരു കരിയില പോലും അവിടെ കണ്ടുപോകരുത്. ഞാൻ വലിയ തമ്പുരാട്ടിയുടെ മുറി വൃത്തിയാക്കാൻ പോവുകയാണ്. ശാരദ കയ്യിൽ ഒരു വലിയ ചൂല് ജാനിയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, ആ പറമ്പ് ഒരുപാട് വലുതല്ലേ? എനിക്കൊറ്റയ്ക്ക്. ജാനി പേടിയോടെ ആ വലിയ പറമ്പിലേക്ക് നോക്കി. വൻമരങ്ങളും തെങ്ങുകളും നിറഞ്ഞ ആ പറമ്പ് അടിച്ചു തീർക്കാൻ ഒരു മുതിർന്ന ആൾക്ക് പോലും മണിക്കൂറുകൾ വേണമായിരുന്നു. കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. പണിയെടുത്ത് ശീലിച്ചാലേ ഭാവിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ജിതിൻ പാവം ചെറിയ കുട്ടിയല്ലേ, അവന് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ വേഗം ഇതൊന്ന് തീർക്കാൻ നോക്ക്. ശാരദ അവളെ അവിടെ നിർത്തിക്കൊണ്ട് വലിയ തറവാട്ടിലേക്ക് നടന്നുപോയി. ഉച്ചവെയിൽ കനത്തു തുടങ്ങിയപ്പോഴും ജാനിയ വലിയ പറമ്പിൽ ചൂലുമായി നിൽപ്പായിരുന്നു. അവളുടെ ചെറിയ കൈകളിൽ ചൂലിൻ്റെ ഇറുക്കിലുകൾ തട്ടി തൊലി ഒരിഞ്ഞു പോന്നു. വിശപ്പും ദാഹവും കൊണ്ട് അവളുടെ തൊണ്ട വരണ്ടുണങ്ങി. ഇടയ്ക്ക് വിശ്രമിക്കാൻ തണലിലിരിക്കുമ്പോൾ ദൂരെയുള്ള മാവിൻ ചുവട്ടിലിരുന്ന് ജിതിൻ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നത് അവൾക്ക് കാണാമായിരുന്നു. അവന് അമ്മ രാവിലെ തന്നെ നല്ല പലഹാരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടാണ് കളിക്കാൻ വിട്ടത്. വേച്ച് വീഴാറായ അവസ്ഥയിലാണ് ജാനി തെക്കേ പറമ്പിൻ്റെ അതിരിലെത്തിയത്. കൈപ്പത്തികളിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. ചൂൽ കയ്യിൽ നിന്ന് താഴെയിട്ട് അവൾ ആ തെങ്ങിൻ ചുവട്ടിലിരുന്ന് പതുക്കെ കരയാൻ തുടങ്ങി. ജാനി! പെട്ടെന്ന് മുകളിൽ നിന്നൊരു വിളി കേട്ടു. അവൾ തലയുയർത്തി നോക്കിയപ്പോൾ മതിൽക്കെട്ടിന് മുകളിൽ ഇരിക്കുകയാണ് ആദിത്യൻ. അവൻ്റെ കയ്യിൽ ഒരു വലിയ കുപ്പിയിൽ തണുത്ത നാരങ്ങ വെള്ളവും കുറച്ച് ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. അവൻ മതിലിൽ നിന്ന് താഴേക്ക് ചാടി അവളുടെ അടുത്തേക്ക് വന്നു. നീ എന്താ കാണിക്കുന്നത്? നിന്റെ അമ്മയ്ക്ക് എന്താ വട്ടാണോ? ഇത്രയും വലിയൊരു പറമ്പ് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ടാണ് അടുപ്പിക്കുന്നത്. ആദിത്യൻ്റെ സ്വരത്തിൽ കടുത്ത ദേഷ്യവും ഒപ്പം സങ്കടവും ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു പണി തീർത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ഭക്ഷണം തരില്ലെന്ന്. ജാനി കരച്ചിലടക്കിക്കൊണ്ട് പറഞ്ഞു. ആദിത്യൻ അവളുടെ വലതു കൈ പതുക്കെ വാങ്ങി നോക്കി. ചോര കനത്ത് നിൽക്കുന്ന തൊലി അടർന്ന ആ കുഞ്ഞു കൈകൾ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു. അവനൊന്നും മിണ്ടാതെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു തൂവാര എടുത്ത് അവളുടെ കൈകളിൽ പതുക്കെ തുടച്ചു കൊടുത്തു. പിന്നീട് ആ തണുത്ത നാരങ്ങ വെള്ളം അവൾക്ക് കുടിക്കാൻ നൽകി. ഇത് കുടിക്ക് ജാനി, എന്നിട്ട് ആ ബിസ്ക്കറ്റ് കഴിക്ക്, ആദിത്യൻ പറഞ്ഞു. ആദിത്യൻ ജാനിയുടെ കയ്യിൽ നിന്ന് ആ വലിയ ചൂല് വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. തൻ്റെ ജീവിതത്തിൽ എല്ലാ ഇരുട്ടിലും വെളിച്ചമായി നിന്നവനെ പണത്തിൻ്റെ പേരിലും അന്തസ്സിൻ്റെ പേരിലും അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ തോറ്റുപോകുന്നത് സ്വന്തം ഹൃദയമാണെന്ന് ജാനി തിരിച്ചറിഞ്ഞു. കർക്കിടക മാസത്തിലെ ആ കറുത്ത സായാഹ്നത്തിൻ്റെ ഓർമ്മകൾ ജാനിയുടെ മനസ്സിൽ കൂടുതൽ കടുപ്പമുള്ള നിറങ്ങളോടെ പുനർജനിച്ചു. ശാരദ വർഷങ്ങളായി കൈലാസത്തിൽ നിന്നും കിട്ടുന്ന ചെറിയ കൂലിയിൽ നിന്നും വലിയ തമ്പുരാട്ടി തരുന്ന ചെറിയ തുകകളിൽ നിന്നും മാറ്റിവെച്ച് കൂട്ടിയെടുത്ത ഒരു ചെറിയ മൺകുടുക്കയുണ്ടായിരുന്നു. ജിതിൻ്റെ പഠിപ്പിന് വേണ്ടി അവർ മാറ്റിവെച്ചതാണത്. ആ പണക്കുടുക്ക അത് തൊടാൻ പോലും ജാനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല.
അന്ന് ഉച്ച കഴിഞ്ഞ് ശാരദ കൈലാസത്തിലേക്ക് പോയ സമയമായിരുന്നു. പുറത്തെ ആകാശം കറുത്തിരുന്ന് കനത്ത കാറ്റും കോരിച്ചൊരിയുന്ന മഴയും പെയ്യാൻ തുടങ്ങിയിരുന്നു. ജാനി അടുക്കളയിലായിരുന്നു. ആ സമയത്താണ് മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. മൺപാത്രം തറയിലിടിച്ച് തകരുന്ന ശബ്ദം. ജാനി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് മുറിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച ജാനിയെ ഭയപ്പെടുത്തി കളഞ്ഞു. അമ്മ തങ്ങളുടെ കാത്തു സൂക്ഷിക്കുന്ന ആ മൺകുടുക്ക തറയിൽ കിടന്ന് 100 കഷ്ണങ്ങളായി ചിതറിയിരിക്കുന്നു. അതിലുണ്ടായിരുന്ന 5ഉം 10ഉം നോട്ടുകളും നാണയത്തുട്ടുകളും തറയിലാകെ ചിതറിക്കിടപ്പാണ്. വലിയൊരു ചിരിയോടെ ജിതിൻ അന്നേരം തറയിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള വലിയ നോട്ടുകളെല്ലാം പെറുക്കി തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് തിരികുകയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം ടൗണിൽ പോയി പുതിയ കളിപ്പാട്ടങ്ങളും മിഠായികളും വാങ്ങാൻ അവന് പണം വേണമായിരുന്നു. ജിതിൻ, നീ എന്തേ കാണിച്ചേ? അമ്മയുടെ പണം കൊടുക്കുകയാണ്. അമ്മ അറിഞ്ഞ കൊന്നു കളയും. നീ എന്തിനത് പൊട്ടിച്ചേ? ജാനി ചോദിച്ചു. നീ ഒച്ച വെക്കാതടി. ഞാൻ എനിക്ക് വേണ്ടിയാണ് എടുത്തത്. അമ്മ എന്നൊന്നും ചെയ്യില്ല. നീ പോയി നിന്റെ പണി നോക്ക്. ജിതിൻ അവളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ബാക്കി പണവും വാരിയെടുത്ത് പുറത്തേക്ക് ഓടി മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും തോരാതെ പെയ്യുന്ന മഴയെയും വകവെക്കാതെ ശാരദ കൈലാസത്തിൽ നിന്ന് ഇങ്ങു പോന്നു. മുറിയിലേക്ക് കയറി വന്ന ശാരദ കണ്ടത് തറയിൽ ചിതറിക്കിടക്കുന്ന മൺകുടുക്കയാണ്. വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടത് കണ്ട ശാരദയുടെ നെഞ്ച് തകർന്നു പോയി. എൻ്റെ ഈശ്വര, ആരാടാ എൻ്റെ കുടുക്ക പൊട്ടിച്ചേ? എൻ്റെ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പണാണല്ലോ ദൈവമേ. ആ സമയത്താണ് ജിതിൻ നനഞ്ഞു കുതിർന്ന് വീട്ടിലേക്ക് വന്നത്. അവൻ്റെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ടായിരുന്നു. ശാരദ ഓടിച്ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചുലച്ചു. മോനെ ജിത്തു, നീയാണോ ഈ കുടുക്ക പൊട്ടിച്ചേ? അമ്മയുടെ ഭാവം കണ്ട് ജിതിൻ ഒരു നിമിഷം ഭയന്നു. പക്ഷെ അവൻ പെട്ടെന്ന് തൻ്റെ കയ്യിലെ പണം പുറകിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. ഞാൻ അല്ല അമ്മേ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഉച്ചക്ക് കളിക്കാൻ പോയതാ. അപ്പോൾ വീട്ടിൽ ജാനി മാത്രം ഉണ്ടായിരുന്നത്. അവൾക്ക് പുതിയ ബാഗും കുടയും വാങ്ങാൻ പണം വേണമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ അമ്മേ. അവളാ ഇത് പൊട്ടിച്ചത്. ജിതിൻ യാതൊരു കൂസലുമില്ലാതെ നുണ വിളിച്ചു പറഞ്ഞു. അതുവരെ തകർന്നിരുന്ന ശാരദയുടെ മുഖം പെട്ടെന്നൊരു മൃഗത്തിൻ്റേതുപോലെയായി മാറി. സത്യം എന്തെന്നൊരു വട്ടം പോലും ചിന്തിക്കാൻ ആ അമ്മയുടെ മനസ്സ് തയ്യാറായില്ല. കാരണം അവർക്ക് സ്വന്തം മകൻ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം മകൾ ഒരു കള്ളിയാണെന്ന് വിശ്വസിക്കാനായിരുന്നു. അടുക്കളയിൽ ഭയന്നു വിറച്ച് നിൽക്കുകയായിരുന്ന ജാനിയുടെ അടുത്തേക്ക് ശാരദ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു. അവളുടെ മുടിച്ചുരുളിൽ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. കള്ളി, എൻ്റെ കുഞ്ഞിന് മാറ്റിവെച്ച പണം മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയിടി ശാവമ്മേ? ശാരദയുടെ ആദ്യത്തെ അടി ജാനിയുടെ കവിളിൽ പതിച്ചു. അമ്മേ, ഞാനല്ല, ഭഗവാനാണ്, ഞാൻ എടുത്തിട്ടില്ല. ജിതിനാണത് പൊട്ടിച്ചത്. അവൻ പണം എടുത്ത് പോക്കറ്റിൽ വെക്കുന്നത് ഞാൻ കണ്ടത് അമ്മേ. എന്നെ തല്ലല്ലേ. ജാനി അലറി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാൽ പിടിച്ചു. എൻ്റെ മോൻ്റെ തലയിൽ കുറ്റം ചാർത്തുന്നോടി ദുഷ്ടേ. ശാരദയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവർ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ജാനിയുടെ പുറത്ത് ക്രൂരമായി അടിക്കാൻ തുടങ്ങി. വടി ഒടിയുന്നത് വരെ അവർ അവളെ തല്ലി. ജാനിയുടെ ശരീരം വേദന കൊണ്ട് പിടഞ്ഞു. പുറത്ത് കനത്ത ഇടിമിന്നലോടെ മഴ പെയ്ത് തകർക്കുകയായിരുന്നു. ശാരദ ജാനിയുടെ കൈക്ക് പിടിച്ചു വലിച്ച് വാതിൽ തുറന്ന് കനത്ത മഴയത്ത് മുറ്റത്തേക്ക് തള്ളിവിട്ടു. കട്ട പണം എവിടെയെന്ന് പറയുന്നത് വരെ നീ ഈ മഴയത്ത് മുറ്റത്ത് തന്നെ നിൽക്കണം. എൻ്റെ മുന്നിൽ നിന്റെ മുഖം പോലും കണ്ടുപോകരുത്. മിന്നലടിച്ച് ചത്താലും എനിക്കൊരു കുഴപ്പവുമില്ല. വാതിൽ അകത്തു നിന്ന് ശക്തമായി അടച്ചുകൊണ്ട് ശാരദ വിളിച്ചു പറഞ്ഞു. കനത്ത മഴ ജാനിയുടെ മേലേക്ക് ആഞ്ഞടിച്ചു. കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തിൽ നിൽക്കാൻ പോലും ആവാതെ അവൾ മുറ്റത്തെ ചെടിയിലേക്ക് ഇരുന്നു പോയി. ശരീരത്തിലെ തല്ലുകൊണ്ട മുറിവുകളിലേക്ക് മഴവെള്ളം വീണപ്പോൾ അവൾക്ക് മരണവേദന അനുഭവപ്പെട്ടു. ചുറ്റും ഇരുട്ട് പടർന്നിരുന്നു. ഇടിയുടെയും മിന്നലിൻ്റെയും ശബ്ദം കേട്ട് ഭയന്ന് അവൾ മുറ്റത്തെ വലിയ തെങ്ങിൻ ചുവട്ടിലേക്ക് ഒതുങ്ങിയിരുന്ന് കരഞ്ഞു. ഞാനൊന്നും ചെയ്തില്ലല്ലോ ദൈവമേ. ആ കുഞ്ഞു മനസ്സ് വിങ്ങിപ്പൊട്ടി. കനത്ത മഴയും ഇരുമ്പിയാർക്കുന്ന കാറ്റും ആ കറുത്ത രാത്രിയെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി. തല്ലുകൊണ്ട മുറിവുകളിൽ മഴവെള്ളം കുത്തിയിറങ്ങിയപ്പോൾ ജാനിയുടെ ഉള്ളിൽ നിന്ന് ജീവൻ പോകുന്നത്ര വേദന ഉണ്ടായി. തണുത്തുറഞ്ഞ രാത്രിയിൽ തൻ്റെ കുഞ്ഞു ശരീരം വിറച്ചു വിറച്ച് ബോധയില്ലായ്മയുടെ ഏതോ അഗാധമായ കയത്തിലേക്ക് വീണു പോകുന്നത് അവൾ അറിഞ്ഞു. എത്രയോ നേരം കഴിഞ്ഞിട്ടാണ് ശാരദ ആ വാതിൽ തുറന്നത്. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന ശാരദ കണ്ടത് മുറ്റത്തെ ചെളിയിൽ ബോധരഹിതയായി കിടക്കുന്ന ജാനിയെയാണ്. ഒരു നിമിഷം ആ അമ്മയുടെ മനസ്സിൽ ഭയം തോന്നിയെങ്കിലും അടുത്ത ക്ഷണം അതൊരു കടുത്ത ദേഷ്യത്തിന് വഴിമാറി. എഴുന്നേൽക്കടി അവിടെന്ന്. ശാരദ ജാനിയുടെ കൈക്ക് പിടിച്ച് പരുക്കമായി അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് അവളുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന അസഹനീയമായ ചൂട് ശാരദ അറിഞ്ഞത്. കനൽ പോലെ പൊള്ളുകയായിരുന്നു ജാനി. ദയനീയമായി കണ്ണുകൾ പകുതി തുറന്ന ജാനി അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടുകൾ ചലിപ്പിച്ചു. അമ്മേ, ദാഹിക്കുന്നു.
പണമെടുത്ത് ഒളിപ്പിച്ചിട്ട് ഇപ്പോൾ കിടന്ന് ഉരുകുന്നോ? നിന്റെ കള്ളത്തരം ദൈവത്തിന് മനസ്സിലായതുകൊണ്ടാടി നിനക്ക് ഈ അസുഖം വന്നത്. നിന്റെ ബാഗിൽ പുതിയ ബുക്കും പേനയും ഒക്കെ എവിടുന്ന് വന്നടി? നീ തന്നെയാ മോഷ്ടിച്ചേ. ശാരദ ഒട്ടും തയ്യില്ലാതെ അവളെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊടുന്ന് വലിച്ചിട്ടു. ഒരു തുള്ളി ചൂടുവെള്ളം പോലും ആ കുഞ്ഞിന് കൊടുക്കാൻ അവർ തയ്യാറായില്ല. വിശപ്പും പനിയും വിറയലും കാരണം അവൾ പാടെ ക്ഷീണിച്ചു പോയി. അമ്മേ, അവൾക്ക് ശരിക്കും പനിയാണെന്ന് തോന്നുന്നു. അവൾ മരിച്ചു പോവോ? ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ജിതിൻ പേടിയോടെ ചോദിച്ചു. അവളൊന്നും അത്ര പെട്ടെന്ന് ചാവില്ലടാ, നീ അത് നോക്കണ്ട, ശാരദ മകൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശാരദ ജാനിയെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ പിന്നെ കൈലാസം തറവാട്ടിലെ പണിക്ക് പോയി. പോകുന്നതിന് മുമ്പ് വീടിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടാനും അവർ മറന്നില്ല. ഇരുണ്ട മുറിയിൽ ജാനി തനിച്ചായി. പനിയുടെ കാഠിന്യം കൊണ്ട് അവൾക്ക് വിഭ്രാന്തി വരാൻ തുടങ്ങി. അമ്മ തന്നെ വീണ്ടും തല്ലുന്നതായും ചെളിയിലേക്ക് തള്ളിവിടുന്നതായും അവൾ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത വിധം തൊണ്ട വരണ്ടുണങ്ങി. അമ്മേ, അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതേസമയം കൈലാസത്തിൽ ശാരദ പണിക്കെത്തിയപ്പോൾ മുതൽ ആദിത്യൻ്റെ കണ്ണുകൾ ജാനിയെ തിരയുകയായിരുന്നു. അമ്മയുടെ കൂടെ എപ്പോഴും വരുന്ന ജാനി ഇന്ന് വരാത്തത് അവൻ്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥത നിറച്ചു. ശാരദയോട് ചോദിച്ചപ്പോൾ അവൾക്ക് മടിയാണ്, അതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങുകയാ എന്നായിരുന്നു പരിഹാസത്തോടെയുള്ള മറുപടി. പക്ഷെ ആദിത്യന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദിത്യൻ ആരും കാണാതെ സൈക്കിളും എടുത്ത് ജാനിയുടെ വീട്ടിലേക്ക് പാഞ്ഞു. അവിടെ എത്തി അവൻ കണ്ടത് പുറത്തു നിന്ന് പൂട്ടിയ വാതിലാണ്. അവൻ പരിഭ്രമത്തോടെ ജനൽപാളികൾക്കിടയിലൂടെ അകത്തേക്ക് നോക്കി. ആ തറയിൽ ബോധം കെട്ട് കിടക്കുന്ന ജാനിയെ കണ്ടതും അവൻ്റെ നെഞ്ചു പിടഞ്ഞുപോയി. ജാനി, അവൻ ഉറക്കെ വിളിച്ചു. ശബ്ദം കേട്ട് ജാനി പതുക്കെ അങ്ങോട്ട് നോക്കി. ജനലിനപ്പുറം നിൽക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒളിച്ചിറങ്ങി. അവൾ പതുക്കെ ഇഴഞ്ഞ് ജനലിനടുത്തേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും കൈകാലുകൾ കുഴഞ്ഞു പോയിരുന്നു. ആദിത്യം പറ്റി ഒട്ടും ചിന്തിച്ചില്ല. വീടിൻ്റെ പിന്നാമ്പുറത്തെ ചെറിയ വാതിൽ അവൻ ബലം പ്രയോഗിച്ച് തള്ളി തുറന്നു. അകത്തേക്ക് ഓടിക്കയറി അവൻ ജാനിയുടെ അരികിലിരുന്ന് അവളുടെ തല തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. അവളുടെ ശരീരത്തിലെ ചൂടറിഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. ജാനി, എന്താ ഇതൊക്കെ? നിന്റെ അമ്മ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നേ? അവൻ്റെ സ്വരം വിറച്ചു. അതേട്ടാ, ഞാൻ കണ്ടിട്ടില്ല. ജിത്തുവാണ് അത് പൊട്ടിച്ചത്. അമ്മ എന്നെ മഴയത്ത്, എനിക്ക് നല്ല വേദനയാ ആദ്യേട്ടാ. അവൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് കരഞ്ഞു. അവളുടെ പുറത്തെ വസ്ത്രം അല്പം മാറിയപ്പോൾ വടിയുടെ ചുവന്ന പാടുകൾ ആദിത്യം കണ്ടു. ചോര കനത്ത് നിൽക്കുന്ന ആ പാടുകൾ കണ്ടപ്പോൾ ആദിത്യൻ്റെ കണ്ണുകളിൽ നിന്ന് ദേഷ്യവും സങ്കടവും കലർന്ന കണ്ണീർ പൊടിഞ്ഞു. സ്വന്തം മകളോട് ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും ക്രൂരത കാണിക്കാൻ കഴിയുന്നു? അവൻ തൻ്റെ സൈക്കിളിൽ തിരികെ തറവാട്ടിലേക്ക് പാഞ്ഞു. തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അത് ജാനിയെ കൂടുതൽ കുഴപ്പത്തിലാക്കുമെന്ന് അവൻ ഭയന്നു. അവൻ തൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പനിക്കുള്ള മരുന്നും ഒരു കുപ്പിയിൽ തണുത്ത വെള്ളവും അമ്മ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണവും ഒരു പാത്രത്തിലാക്കി ആരും കാണാതെ വീണ്ടും ജാനിയുടെ അടുത്തേക്ക് എത്തി. അവൻ പതുക്കെ അവൾക്ക് ഭക്ഷണം കൊടുത്തു. ഓരോ വായിറക്കുമ്പോഴും ജാനി അവനെ നോക്കി വിതുമ്പുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ അവൾക്ക് മരുന്ന് നൽകി. തൻ്റെ കയ്യിലെ തൂവാല വെള്ളത്തിൽ മുക്കി അവളുടെ നെറ്റിയിലും കൈകാലുകളിലും അവൻ പതുക്കെ തുടച്ചു കൊടുത്തു. പേടിക്കണ്ട ജാനിക്കുട്ടി, നിന്റെ ഈ ആദ്യമായിട്ട് ഉള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. ആര് കൈവിട്ടാലും ഞാൻ നിന്നെ നോക്കും. അവളുടെ കുഞ്ഞു കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആ വാക്കുകളിൽ ആ കൗമാരക്കാരൻ്റെ പ്രണയം എന്ന വികാരത്തിനപ്പുറം ലോകം മുഴുവൻ വേർതിരിവുകളോടെ മാറ്റി നിർത്തിയ ഒരു പെൺകുട്ടിയെ സ്വന്തം ജീവനേക്കാൾ അധികം സംരക്ഷിക്കുമെന്നൊരു കൗമാരക്കാരൻ്റെ പവിത്രമായ പ്രതിജ്ഞയായിരുന്നു അത്. അന്ന് ആദിത്യം നൽകിയ കാവലും പരിചരണവുമാണ് ജാനിയെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. ഓർമ്മകളുടെ ആ കൈപ്പേറിയ കടലിൽ നിന്ന് ജാനി പതുക്കെ ഉണർന്നു. ആദ്യേട്ടൻ പഠിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ച് നിന്നെ ഒപ്പം കൂട്ടും. അന്നേരം ഈ ആദ്യേട്ടൻ്റെതാവില്ലേ നീ ജാനി? ആദി പതിയെ ചോദിച്ചിരുന്നു മുമ്പ് എപ്പോഴും. ജാനി അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ പകുതിയെ അവൾക്ക് മനസ്സിലായുള്ളൂ. പക്ഷെ അന്നേരം അവൾക്ക് ചായാൻ ഒരു തണൽമരം ആവശ്യമായിരുന്നു. ജാനി ആദിയുടെ നെഞ്ചിലേക്ക് വീണുപോയി. താൻ എന്നും കൂടെ ഉണ്ടാവും എന്നവന് അറിയാതെ വാക്കു കൊടുത്തുപോയി. ഇപ്പോഴും ആ വാക്ക് യാഥാർത്ഥ്യമാക്കാൻ നടക്കുകയാണ് ആദിത്യൻ. പക്ഷെ വളർന്നു വരുന്തോറുമാണ് ജാനിക്ക് താനും ആദിത്യനും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നത്. തനിക്ക് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്താണ് ആദ്യേട്ടൻ. ആദ്യേട്ടൻ ഒരിക്കലും ചേരുന്ന ഒരു പെൺകുട്ടിയല്ല താൻ. ആദ്യേട്ടൻ ഇതിലും നല്ലത് അർഹിക്കുന്നു. ജാനി ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നടന്നു. ശ്വാസം നേരെ വിടാൻ പോലും മറന്ന് ജാനി നടപ്പിൻ്റെ വേഗത കൂട്ടി. ആകാശം ഇരുണ്ടു വരികയാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിലെ 8 മണിക്കൂർ നിന്ന നിൽപ്പിലുള്ള ജോലിയും കഴിഞ്ഞ് ബസ് ഇറങ്ങി 2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു പോവും.
പക്ഷെ മനസ്സിലെ വേവലാതി അതൊന്നും അറിയാൻ അവളെ അനുവദിച്ചില്ല. വീട്ടിൽ ചെന്നാൽ ഇനി അടുത്ത പൂരമാണ്. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു ഭാരം വന്ന് നിറയും. വഴിയരികിലെ തെരുവ് വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. സ്വന്തം വീടിൻ്റെ പടിക്കലെത്തിയപ്പോൾ ജാനി ഒന്ന് ശ്വാസം അടക്കി പിടിച്ചു. ശൂന്യതയും ശാപവാക്കുകളും മാത്രം തിങ്ങി നിറഞ്ഞൊരിടം. മുറ്റത്ത് ജിതിൻ്റെ ബൈക്ക് ഇരിപ്പുണ്ട്. അകത്തേക്ക് കയറിയ ജാനിയെ കാത്തിരുന്നത് ഇരുട്ടായിരുന്നു. ഹാളിലെ ബൾബ് ഇട്ടിട്ടില്ല. അടുക്കളയിൽ നിന്ന് നേരിയൊരു വെളിച്ചം മാത്രം വരുന്നുണ്ട്. അവൾ കയ്യിലിരുന്ന ബാഗ് മേശപ്പുറത്തേക്ക് വെച്ച് നേരെ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ മെലിഞ്ഞുണങ്ങിയ ചലനശേഷി നഷ്ടപ്പെട്ട ശാരദ കിടക്കുകയാണ്. ജാനിയുടെ കാലച്ച കേട്ടതും ആ കണ്ണുകളിൽ കോപം തിളഞ്ഞു മറിഞ്ഞു. എന്താടി, നേരെ എത്രയായി? നിനക്ക് ഈ വീട്ടിൽ ഒരു അമ്മയും അനിയനും ഉള്ള വല്ല കാര്യവും ഓർമ്മയുണ്ടോ? കട പൂട്ടിയിട്ട് എങ്ങോട്ടാടി നീ ഓടി നടക്കുന്നത്? കിടന്ന കിടപ്പിൽ ശാരദയുടെ ശബ്ദമുയർന്നു. ആ ശബ്ദത്തിൽ ഒരമ്മയുടെ വാത്സല്യത്തിന് പകരം കടുത്ത വെറുപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ബസ് കിട്ടാൻ അല്പം വൈകിയമ്മേ, പിന്നെ കടയിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു, ജാനി ശാന്തമായി പറഞ്ഞു. അവൾ അമ്മയുടെ വസ്ത്രങ്ങൾ ഒന്ന് ഒതുക്കി കൊടുക്കാൻ ആഞ്ഞു. തൊട്ടു പോകരുത് നീ എന്നെ. ശാരദ കൈകൊണ്ട് അവളെ തട്ടിമാറ്റി. നിന്റെ ഈ ജാതകദോഷം ഏറ്റതാ എൻ്റെ ഈ അവസ്ഥക്ക് കാരണം. നീ ജനിച്ച അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം. നിന്റെ ആ ജാതകദോഷം കാരണമാ നിന്റെ അച്ഛൻ അകാലത്തിൽ പോയത്. ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ജീവശവമായി കട്ടിലിൽ കിടക്കുന്നതും നിന്റെ തലവിധി കൊണ്ടാ. നീ ഒരു മൂദേവിയാടി, മൂദേവി. സ്ഥിരം കേൾക്കുന്ന ശാപവാക്കുകളാണെങ്കിലും ഇന്ന് ജാനിയുടെ കണ്ണറിയാതെ നിറഞ്ഞുപോയി. രാവിലെ മുതൽ പണിയെടുത്ത് തളർന്ന ശരീരത്തിന് ആ വാക്കുകൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും അവൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. കാരണം തർക്കിക്കാൻ അവൾക്ക് ഊർജമില്ലായിരുന്നു. അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെ കാഴ്ച അവളെ വീണ്ടും സങ്കടപ്പെടുത്തി കളഞ്ഞു. രാവിലെ അവൾ ഉണ്ടാക്കി വെച്ച ചോറും കറിയും പാത്രത്തോടെ തറയിൽ മറിഞ്ഞു കിടക്കുന്നു. പൂച്ച വന്ന് അതെല്ലാം നശിപ്പിച്ചിരിക്കുന്നു. ഇത് എങ്ങനെയാ തറയിൽ വീണത്? ജാനി സ്വയം ചോദിച്ചു. ജിതിൻ അങ്ങനെയാണ്, ഒരു ശ്രദ്ധയുമില്ല. വാതിലും ജനലും ഒന്നും അടക്കാതെ അങ്ങ് പോയി കളയും. അടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അപ്പോഴാണ് ഹാളിലെ ലൈറ്റ് തെളിഞ്ഞത്. സോഫയിലേക്ക് വന്ന് വീണ ജിതിൻ മൊബൈലിൽ നോക്കി എന്തോ നോക്കി ചിരിക്കുകയായിരുന്നു. കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് 1 വർഷമായി. ഒരു പണിക്കും പോവാതെ കൂട്ടുകാരോടൊപ്പം വെറുതെ അലമ്പ് കാണിച്ച് നടക്കുകയാണ് അവൻ. അവളുടെ ചോര നീരാക്കിയ പണം കൊണ്ടാണ് അവൻ ഈ ആഡംബര ജീവിതം നയിക്കുന്നത് പോലും. ഡാ ജിതിൻ, അടുക്കളയിൽ ചോറൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, നീ ഭക്ഷണം കഴിച്ചില്ലേ? ജാനി അവനോട് ചോദിച്ചു. അവൻ ഫോണിൽ നിന്ന് കണ്ണെടുക്കാതെ തികച്ചും ലാഘവത്തോടെ പറഞ്ഞു. ഓ, അത് ഞാൻ എടുത്തപ്പോൾ കയ്യിൽ നിന്ന് തെന്നി വീണതാ. പിന്നെ അതിനൊപ്പമുള്ള മീൻകറി കൊള്ളില്ലായിരുന്നു. ഞാൻ പുറത്തുനിന്നൊരു ബിരിയാണി കഴിച്ചു. പുറത്തുനിന്ന് കഴിച്ചെന്നോ? അതിനുള്ള പണം നിനക്ക് എവിടുന്ന് കിട്ടി? ജാനി ചോദിച്ചു. അത് നിന്റെ തയ്യൽ മെഷീൻ്റെ അടുത്തുണ്ടായിരുന്ന ഡബ്ബയിൽ നിന്ന് ഞാൻ ഒരു 500 രൂപ എടുത്തു. യാതൊരു കൂസലുമില്ലാതെ അവൻ പറഞ്ഞു. ജാനിയുടെ നെഞ്ച് തകർന്നു പോയി. അയൽവക്കത്തെ ലീല ചേച്ചിയുടെ ബ്ലൗസ് പാതിരാത്രി വരെ ഇരുന്ന് തയ്ച്ചുണ്ടാക്കിയ കാശായിരുന്നു അത്. നാളെ കടയിൽ കൊടുക്കാൻ വെച്ചിരുന്ന പണം. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഈ വീട്ടിൽ ആർക്കെങ്കിലും അറിയണോ? ടെക്സ്റ്റൈൽസിലെ തുച്ഛമായ ശമ്പളം കൊണ്ട് അമ്മയുടെ മരുന്നും വീട്ടു ചെലവും ജിതിൻ്റെ പോക്കറ്റ് മണിയും ഒക്കെ എങ്ങനെയാണ് ഒപ്പിച്ചു കൊണ്ടുപോകുന്നതെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. നിനക്ക് എങ്ങനെ തോന്നി ജിതിൻ അതെടുക്കാൻ? ഇവിടെ അമ്മയുടെ മരുന്നിന് പോലും കാശില്ലാതെ ഞാൻ വിഷമിക്കുകയാ. നീ എപ്പോഴും ഒന്ന് നന്നാവുന്നത്? ഒരു ജോലിയെങ്കിലും നോക്കിക്കൂടെ നിനക്ക്? ജാനിയുടെ ശബ്ദം ഇടറി. അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് മുഖത്ത് ദേഷ്യം പടർന്നു. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. എനിക്ക് കുറച്ച് പണം വേണം. നാളെ കൂട്ടുകാരോടൊപ്പം ഗോവയ്ക്കൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഒരു 5000 രൂപ വേണം. 5000മോ? എൻ്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നിനക്ക് ഇങ്ങനെ ദൂർത്തടിക്കാൻ ഞാൻ തരില്ല, ജാനി തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടതും മുറിയിൽ നിന്ന് ശാരദ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കുഞ്ഞു ചോദിക്കുന്നത് എടുത്ത് കൊടുക്കടി മൂദേവി അവന്. അവൻ എങ്ങനെയെങ്കിലും പഠിച്ചൊരു കര പറ്റട്ടെ എന്ന് കരുതിയാ അവൻ നടക്കുന്നത്. എൻ്റെ മോനെ വിശപ്പിപ്പിച്ചാൽ നീ നശിച്ചു പോവും. ജാനി മുറിയിലേക്ക് ചെന്ന് അമ്മയെ ഒന്ന് നോക്കി. അമ്മേ, അവൻ പഠിപ്പൊക്കെ കഴിഞ്ഞതാ. ഇപ്പൊ വെറുതെ നടക്കുകയാ. അവൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ കൊടുത്താൽ അവൻ ഒരിക്കലും നന്നാവില്ല. നീ മിണ്ടരുത്, ശാരദ കട്ടിലിൽ അടിച്ചു. അവൻ ചോദിക്കുന്നത് നീ കൊടുക്കണം. നീ സമ്പാദിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടിയാ, അല്ലാതെ നിനക്ക് പൂഴ്ത്തി വെക്കാനല്ല. അവനൊരു കുറവും വരരുത്. അമ്മയുടെ വാക്കുകൾ കേട്ട് ജിതിൻ്റെ മുഖത്ത് ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൻ ചേച്ചിയുടെ സങ്കടമോ അവളുടെ കണ്ണീരോ ഒട്ടും കാണാൻ കൂട്ടാക്കിയില്ല. അമ്മയ്ക്കിപ്പോഴും അവൻ എന്ത് ചെയ്താലും നല്ലത് മാത്രം. താൻ ചെയ്യുന്ന ത്യാഗങ്ങളൊക്കെ ഒന്നും ഈ വീട്ടിൽ ഒരു വിലയുമില്ലെന്ന് ജാനിക്ക് ഒരിക്കൽ കൂടി മനസ്സിലായി.
അവൾ പതുക്കെ തയ്യൽ മെഷീന് മുന്നിലേക്ക് ചെന്നിരുന്നു. കരഞ്ഞു തീർക്കാൻ പോലും അവൾക്ക് സമയമില്ല. നാളെ കൊടുക്കേണ്ട വസ്ത്രങ്ങൾ തയ്ച്ചു തീർക്കാനുണ്ട്. മെഷീൻ്റെ ചക്രം തിരിയുമ്പോൾ അവളുടെ കണ്ണീർ തുള്ളികൾ ആ തുണിയിലേക്ക് വീണ് പടർന്നു. എങ്ങനെയെങ്കിലും ജിതിൻ ഒരു ജോലി വാങ്ങി ഈ കുടുംബത്തെ രക്ഷിക്കുമെന്ന നേരിയ പ്രതീക്ഷയിൽ അവൾ വീണ്ടും ചോദിക്കുന്ന പണം എങ്ങനെ ഒപ്പിക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവൾ ഒരു ചേച്ചിയായിരുന്നു. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കാൻ വിധിക്കപ്പെട്ട ഒരു ചേച്ചി. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായാണ് അവൾ വെളുപ്പിനെ എഴുന്നേറ്റത്. അമ്മക്കുള്ള കഞ്ഞിയും ജിതിനുള്ള ഭക്ഷണവും ഉണ്ടാക്കി വെച്ച് ആരുടെയും മുഖത്ത് നോക്കാതെ അവൾ പടിയിറങ്ങി. ഹൃദയത്തിൽ കനലുകൾ എരിയുമ്പോഴും ടെക്സ്റ്റൈൽ ഷോപ്പിൽ മുന്നിൽ എത്തുമ്പോൾ അവൾക്ക് ചിരിച്ചേ മതിയാവൂ. ഉപഭോക്താക്കൾക്ക് മുന്നിൽ പതറാത്ത മുഖത്തോടെ തുണികൾ മടക്കി വെക്കുമ്പോഴും അവളുടെ മനസ്സ് തലേന്നത്തെ അപമാനങ്ങളിൽ ഉരുകുകയായിരുന്നു. വൈകുന്നേരം കട അടച്ച് പുറത്തിറങ്ങിയപ്പോൾ ആകാശം വീണ്ടും ഇരുണ്ടിരുന്നു. ഒരു പെരുമഴക്കുള്ള ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ബസ് ഇറങ്ങി പതിവ് വിജനമായ വഴിയിലൂടെ നടക്കുമ്പോൾ ജാനിയുടെ കാൽച്ചുവടുകൾക്ക് ഭാരം കൂടിക്കൂടി വന്നു. വീണ്ടും ഒരു ഇരുണ്ട രാത്രിയെ അമ്മയുടെ ശാപവാക്കുകൾ നേരിടാനുള്ള ഭയമായിരുന്നു അവൾക്ക്. പെട്ടെന്നാണ് ആ വഴിത്തിരിവിൽ അവൾ ആ കാഴ്ച കണ്ടത്. റോഡരികിലെ ആ വലിയ തണൽ മരത്തിന് ചുവട്ടിൽ തൻ്റെ ബൈക്കിൽ ചാരി കൈകൾ നെഞ്ചിൽ പിണച്ചു വെച്ച് ഒരാൾ നിൽപ്പുണ്ട്. ആദിത്യൻ. അവളെ കണ്ടതും ആ മുഖത്തൊരാശ്വാസം പടർന്നു. ആ കണ്ണുകളിലെ പ്രകാശം ഇരുണ്ട ആ വഴിയിൽ പോലും വ്യക്തമായിരുന്നു. ദിവസങ്ങളായി അവൻ അവളെയും കാത്ത് ഇവിടെ നിൽക്കുന്നു. താൻ എത്ര അവഗണിച്ചിട്ടും സംസാരിക്കാൻ കൂട്ടാക്കാതെ നടന്നിട്ടും ആദിത്യൻ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചിട്ടില്ല. ജാനി പതുക്കെ നടന്ന് അവൻ്റെ മുന്നിലെത്തി. അവളുടെ മുഖത്തെ തളർച്ചയും കണ്ണുകളിലെ ചുവപ്പും ആദിത്യൻ ഒരു നിമിഷം കൊണ്ട് തിരിച്ചറിഞ്ഞു. അവൻ്റെ നെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി. ജാനി. അവൻ്റെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ? എത്ര ദിവസമായി ഞാൻ നിന്നൊന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ കാത്തു നിൽക്കുന്നു. നീ എന്തെന്നെ മനസ്സിലാക്കാത്തത്? ജാനി അവനെ തന്നെ നോക്കി. ആദിത്യൻ്റെ കണ്ണുകളിലുള്ളത് തനിക്കുള്ള പ്രണയമല്ല, മറിച്ച് തന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു വലിയ കരുതലാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അതല്ലല്ലോ. അവൾ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ആദിത്യൻ്റെ ജീവിതം കൂടി തകർക്കും എന്നവൾ ഭയന്നു. എന്തിനാ ആദിത്യ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ കാത്തു നിൽക്കുന്നത്? ജാനിയുടെ ശബ്ദമിടറി. അവൾ തൻ്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ ആ വാക്കുകളിൽ നിറച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട്, നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. ആദിത്യൻ അവളുടെ കൈകളിൽ പിടിക്കാനാഞ്ഞു. പക്ഷേ ജാനി ഒരു ചുവടും പിന്നോട്ട് മാറി. വേണ്ട ആദിത്യ, എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. എന്തുകൊണ്ട് ജാനി? നിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലെന്നാണോ? നീ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി ഒരിക്കലെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ? ആദിത്യൻ്റെ ചോദ്യം അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിലല്ല ആദിത്യ കാര്യം. ജാനി ഒടുവിൽ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. എൻ്റെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തളർന്നു കിടക്കുന്ന ഒരമ്മ, അവരെ നോക്കാൻ ഞാൻ വേണം. കടങ്ങളും കണ്ണീരും മാത്രമാണ് എൻ്റെ സമ്പാദ്യം. ആ വീട്ടിലെ ശാപവാക്കുകൾ കേട്ട് മടുത്തിട്ടാണ് ഞാൻ ദിവസവും പുറത്തിറങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വന്നാൽ ഞാൻ നിങ്ങൾക്കൊരു വലിയ ബാധ്യതയാവും. വെറും ഒരു ബാധ്യത. കരച്ചിലടക്കാൻ കഴിയാതെ ജാനി രണ്ട് കൈകൊണ്ടും മുഖം അടച്ചു. അവളുടെ തോളുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ലോകം മുഴുവൻ തനിക്കെതിരെ നിൽക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്ന ഒരാളെ കൂടി ആ ചതിപ്പിലേക്ക് വലിച്ചിടാൻ അവൾ ആഗ്രഹിച്ചില്ല. ജാനിയുടെ വിലാപം ആദിത്യൻ്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഒട്ടും ആലോചിച്ചില്ല. ഒരു ചുവട് മുന്നോട്ട് വെച്ച് അവൾ ഭ്രാന്തമായി കരയുന്ന ജാനിയെ പതുക്കെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. ആദ്യം അവൾ കുതറാൻ നോക്കിയെങ്കിലും ആ നെഞ്ചിൻ്റെ ചൂടും സുരക്ഷിതത്വവും അവളെ തളർത്തിക്കളഞ്ഞു. എത്രയോ കാലമായി താൻ ആഗ്രഹിച്ച ഒരു അഭയസ്ഥാനമായിരുന്നു അത്. അവൾ അവൻ്റെ ഷർട്ടിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ നെഞ്ചിൽ കിടന്ന് വിതുമ്പി. ആദിത്യൻ അവളുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളെ പതുക്കെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി. എന്നിട്ട് തൻ്റെ വിരൽത്തുമ്പുകളാൽ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ വളരെ പതുക്കെ ഒപ്പിയെടുത്തു. ആ സ്പർശനത്തിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ സ്നേഹവും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാടി. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. നിൻ്റെ അമ്മയുടെ കാര്യങ്ങൾ, നിൻ്റെ കടങ്ങൾ, നിൻ്റെ അനിയൻ്റെ കാര്യങ്ങൾ എല്ലാം തീരുന്നത് വരെ, നീ മാനസികമായി തയ്യാറാവുന്നത് വരെ എത്ര വർഷം വേണമെങ്കിലും ഞാൻ നിനക്കായി കാത്തിരിക്കാം. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം നീ എന്നോട് പറയരുത്.
നിന്നെ മറന്നേക്കാൻ മാത്രം നീ എന്നോട് പറയരുത്. അതിനെനിക്ക് കഴിയില്ല ജാനി. മരിച്ചാൽ പോലും കഴിയില്ലടി. ആ വാക്കുകളിലെ തീവ്രത ജാനിയുടെ ഉള്ളുലച്ചു. തന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് ദൈവത്തിനോട് നന്ദി പറയണമെന്ന് തോന്നി. ആദിത്യൻ പതുക്കെ മുന്നോട്ടാഞ്ഞ് അവളുടെ നെറുകയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. ആ ചുംബനത്തിനൊരു വിശുദ്ധിയുണ്ടായിരുന്നു. ആദിത്യൻ്റെ ആ ചുംബനത്തിൽ ജാനി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നുപോയി. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു ഇടിമുഴങ്ങി. വലിയൊരു മഴത്തുള്ളി ജാനിയുടെ കവിളിൽ വന്നു വീണു. അതോടെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വന്നു. താൻ നിൽക്കുന്നത് റോഡിലാണ്. ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാകും. അവൾ ഒന്നും മിണ്ടാതെ ആദിത്യൻ്റെ കണ്ണുകളിലേക്ക് ഒരു വട്ടം കൂടി നോക്കി. അവൾ പതുക്കെ അവൻ്റെ കൈകളിൽ നിന്ന് തൻ്റെ കൈകൾ വേർപെടുത്തി. എന്നിട്ട് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ജാനി! ആദിത്യൻ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. മഴവെള്ളം അവളുടെ കണ്ണീരിനെ മറച്ചുകൊണ്ട് മുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ആ കനത്ത മഴയ്ക്ക് ആദിത്യൻ്റെ തണലിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ജാനിയുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം വിരിഞ്ഞിരുന്നു. തന്നെ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ഒരാൾ പുറത്തുണ്ടെന്ന ചിന്ത വീട്ടിലെ നരകതുല്യമായ അന്തരീക്ഷത്തിലും അവൾക്കൊരു താങ്ങായി മാറി. എന്നാൽ വിധിയുടെ കറുത്ത കരങ്ങൾ അവൾക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അതിനുശേഷമുള്ള 5-6 മാസങ്ങൾ കടന്നുപോയി. ജാനിയുടെ ജീവിതം പതിവ് പോലെ തയ്യൽ മെഷീൻ്റെ ചക്രങ്ങൾക്കിടയിലും ടെക്സ്റ്റൈൽസിൻ്റെ തിരക്കുകൾക്കിടയിലുമായിരുന്നു. ജിതിൻ പതിവിലും കൂടുതൽ പണം ആവശ്യപ്പെടാൻ തുടങ്ങിയിരുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഒരു ശനിയാഴ്ച വൈകുന്നേരം ജാനി കടയിലെ പണി കഴിഞ്ഞ് പതിവിലും അല്പം നേരത്തെ വീട്ടിലെത്തി. അടുക്കളയിൽ അമ്മക്കുള്ള കഞ്ഞി അടുപ്പത്ത് വെച്ച് അവൾ തളർച്ചയോടെ ഹാളിലേക്ക് വന്നതേയുള്ളൂ. പെട്ടെന്നാണ് വീടിൻ്റെ മുറ്റത്തൊരു വണ്ടി വന്ന ശബ്ദം കേട്ടത്. നെറ്റി ചുളിച്ചുകൊണ്ട് ജാനി വേഗം മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അതിൽ നിന്ന് 2 പോലീസുകാർ ഗൗരവത്തോടെ ഇറങ്ങി വന്നു. ഇതാണോ ശാരദയുടെ വീട്? എസ്.ഐ ഗാംഭീര്യത്തോടെ ചോദിച്ചു. അതെ സാർ, എന്താ കാര്യം? ജാനി ഭയത്തോടെ കൈകൾ കൂപ്പിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും പുറത്തെ ബഹളം കേട്ട് ജിതിൻ അകത്തെ മുറിയിൽ നിന്നും പതുക്കെ ഹാളിലേക്ക് വന്നു. അവൻ്റെ മുഖം വിളറിയിരുന്നു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആരടി പുറത്ത്? എന്താ അവിടെ ഒരു ബഹളം? ശാരദ ചോദിച്ചു. ഈ വീട്ടിൽ വെച്ച് രഹസ്യമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട്. റൈഡ് ചെയ്യണം, എസ്.ഐ കർക്കശമായി പറഞ്ഞു. ജാനി ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. എന്താ സാർ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. ഞാനും എൻ്റെ രോഗിയായ അമ്മയും ഈ അനിയനും മാത്രമാ ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല സാർ. മാറിപ്പോയതാവും നിങ്ങൾക്ക്, അവൾ പറഞ്ഞു. അതൊക്കെ പരിശോധിച്ചറിയാം. മാറി നിൽക്കങ്ങോട്ട്. എസ്.ഐയുടെ ആജ്ഞ കേട്ട് കോൺസ്റ്റബിൾമാർ അകത്തേക്ക് കയറി. അവർ അഴിച്ചു പെറുക്കാൻ തുടങ്ങി. ജാനി നെഞ്ചെടുപ്പോടെ ജിതിനെ നോക്കി. അവൻ തല താഴ്ത്തി ചുമരിലേക്ക് ഒട്ടി ഒരു കുറ്റവാളിയെ പോലെ ശ്വാസമടക്കി നിൽക്കുകയാണ്. അവൻ്റെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ജാനിയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഇവനെന്തെങ്കിലും ഒപ്പിച്ചു വെച്ചു ഈശ്വര, അവളുടെ മനസ്സ് മന്ത്രിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം അകത്തെ മുറിയിൽ നിന്നൊരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു. സാർ, സാധനം കിട്ടി. അവൻ പുറത്തേക്ക് വന്നത് ജിതിൻ്റെ പുറയിൽ പഴയൊരു പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് പൊതിഞ്ഞ 5-6 കഞ്ചാവ് പാക്കറ്റുകളുമായിട്ടായിരുന്നു. അത് കണ്ടതും ജാനിയുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചുപോയി. അവൾക്ക് ശ്വാസം നേരെ വീണില്ല. അവൾ തിരിഞ്ഞ് ജിതിനെ നോക്കി. അവൻ പാടെ തകർന്ന് പിടിക്കപ്പെട്ട പോലെ വിറച്ചു നിൽക്കുകയായിരുന്നു. തൻ്റെ ചോര നീരാക്കിയ പണം വാങ്ങി ദൂർത്തടിക്കുന്നത് ഈ നാശത്തിനാണോ എന്ന് ഓർത്തപ്പോൾ ജാനിയുടെ കണ്ണിൽ നിന്നും സങ്കടവും ദേഷ്യവും ഒരുപോലെ ഒഴുകി വന്നു. എന്താടാ ഇത്? പറയടാ. എസ്.ഐ ജിതിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അലറി. ആർക്കാ ഇത് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്? നീയാണോ ഇതിൻ്റെ മൊത്തക്കച്ചവടക്കാരൻ? പോലീസിൻ്റെ ആക്രോശവും ജിതിൻ്റെ കരച്ചിലും കേട്ട് കിടക്കപ്പായയിൽ കിടന്ന ശാരദ ജാനിയെ വിളിച്ച് കരഞ്ഞു. വീൽ ചെയറിൽ ഇരുത്തി ജാനി അവരെ പുറത്തേക്ക് കൊണ്ടുവന്നു. മുറ്റത്തെ ജീപ്പും കയ്യിലെ കഞ്ചാവ് പാക്കറ്റും മകൻ്റെ കോളറിൽ പിടിച്ചിരിക്കുന്ന പോലീസിനെയും കണ്ടപ്പോൾ ആ അമ്മയുടെ സമനില തെറ്റി. പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശാരദ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയത്. അയ്യോ, എൻ്റെ മോന് തൊടല്ലേ സാറേ, എൻ്റെ കുഞ്ഞ് നിരപരാധിയാ. അവൻ ഇതൊന്നും അറിയില്ല സാറേ. എൻ്റെ മോനല്ലേ സാറേ, ഇവളാ ഇതൊക്കെ ചെയ്യുന്നത്. ശാരദ പിറക്കുന്ന വിരലുകൾ ജാനിയുടെ നേരെ ചൂണ്ടി ആക്രോശിച്ചു. ജാനി തറഞ്ഞു നിന്നുപോയി. സ്വന്തം ചെവികളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്മേ, നിങ്ങൾ എന്തേ പറയുന്നേ? ഞാനോ? ജാനിയുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. അതെ സാർ, ഇവളാ. എൻ്റെ മോൻ പാവാ സാറേ. അവൻ്റെ ഭാവി തകർക്കല്ലേ സാറേ. ശാരദയുടെ വാക്കുകൾ കേട്ട് ജാനിയുടെ ഹൃദയം 100 പിളർന്നു പോയി. ജിതിൻ, നീയെങ്കിലും പറയടാ, ഇത് നിൻ്റെ മുറിയിൽ നിന്നല്ലേ എടുത്തത്? പറയടാ. ജാനി അനിയൻ്റെ മുന്നിലേക്ക് ചെന്ന് വിതുമ്പി. പക്ഷെ അമ്മയുടെ പിന്തുണ കിട്ടിയതോടെ ജിതിൻ പെട്ടെന്ന് മുഖഭാവം മാറ്റി.
അവൻ കരച്ചിൽ അഭിനയിച്ചുകൊണ്ട് പോലീസിനോട് പറഞ്ഞു. അതെ സാറേ, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചേച്ചി തയ്ക്കുന്ന തുണികളുടെ ഇടയിലാണ് ഇതൊക്കെ വെക്കാറുള്ളത്. ഞാൻ ഇത് കണ്ട് ഒരുപാട് തവണ തടയാൻ ശ്രമിച്ചതാ സാറേ. അപ്പോഴൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തും. എനിക്ക് പേടിയായിട്ടാ ആരോടും പറയാതിരുന്നത്. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അത്രയുമായപ്പോൾ ജാനി പൂർണ്ണമായും തളർന്നു പോയി. വാക്കുകൾ നാവിലേക്ക് വന്നില്ല. ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. കുട്ടിക്കാലം മുതൽ താൻ അനുഭവിച്ച അവഗണനയും പട്ടിണിയും കഷ്ടപ്പാടുകളും ഒരു നിമിഷം കൊണ്ട് അവളുടെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. സ്വന്തം ചോര എന്ന് കരുതി ആർക്കു വേണ്ടിയാണോ താൻ ജീവിതം ഹോമിച്ചത്, അവർ രണ്ടുപേരും ചേർന്ന് തന്നെ ജീവനോട് കുരുതി കൊടുക്കുന്നതാണ്. ജാനിയുടെ കണ്ണുകൾ ശൂന്യമായി. അവൾ മിണ്ടാതെ തല താഴ്ത്തി നിന്നു. പ്രതികരിക്കാനോ നിരപരാധിത്വം തെളിയിക്കാനോ ഉള്ള ശക്തി അവളുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്നില്ല. അപ്പം ലേഡി ഡോൺ നീയാണല്ലേ? ഒരു പെണ്ണായതുകൊണ്ട് സംശയിക്കില്ല എന്ന് കരുതി അല്ലേടി ഈ പണി തുടങ്ങിയത്? നടക്ക് സ്റ്റേഷനിലേക്ക്. വനിതാ കോൺസ്റ്റബിൾ ജാനിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ജാനിയെ അവർ ജീപ്പിലേക്ക് നടത്തിച്ചു. പടിക്കെട്ടി ഇറങ്ങുമ്പോൾ അവൾ ഒരു വട്ടം കൂടി പിന്നോട്ട് തിരിഞ്ഞു നോക്കി. അമ്മയുടെ കണ്ണുകളിൽ മകനെ രക്ഷിച്ചതിൻ്റെ ആശ്വാസം മാത്രമാണ് ഉണ്ടായത്. പോലീസുകാർ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന സ്വന്തം മകളെക്കുറിച്ചുള്ള ഒരു തുള്ളി സങ്കടം പോലും ആ അമ്മയുടെ മുഖത്ത് ജാനി കണ്ടില്ല. പോലീസ് ജീപ്പ് കനത്ത മഴയത്തേക്ക് പാഞ്ഞു പോകുമ്പോൾ ജാനിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ പെയ്തു തോരാതെ ഒഴുകിക്കൊണ്ടിരുന്നു. സ്റ്റേഷനിലെത്തി ഇരുണ്ട ഒരു കോണിലേക്ക് അവളെ ഇരുത്തുമ്പോഴും വനിതാ പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. സ്വന്തം അമ്മയും അനിയനും തനിക്കുമേൽ ചാർത്തി തന്ന ആ കള്ളിയുടെ ലേബൽ അവളുടെ ഹൃദയത്തെ പാടെ മരവിപ്പിച്ച് കളഞ്ഞിരുന്നു. അതേസമയം ടൗണിൽ സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്ന ആദിത്യൻ ഈ വിവരം അറിയുന്നത് ഒരു ഇടിത്തി പോലെയായിരുന്നു. ജാനിയെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ തൻ്റെ കാറുമെടുത്ത് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. കൈലാസം തറവാട്ടിലെ വലിയ തമ്പുരാൻ്റെ മകനായതുകൊണ്ട് തന്നെ സ്റ്റേഷനിലെ പോലീസുകാർക്ക് അവനെ നന്നായി അറിയാമായിരുന്നു. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഒരൊറ്റ കുതിപ്പിന് കയറി വന്ന ആദിത്യം കണ്ടത് ആരും നോക്കാനില്ലാതെ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചിരിക്കുന്ന ജാനിയെയാണ്. അവളുടെ നനഞ്ഞ വസ്ത്രങ്ങളും കരഞ്ഞു വീർത്ത കണ്ണുകളും കണ്ടപ്പോൾ അവൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി. ആദിത്യൻ്റെ കുടുംബ മഹിമയും സ്വാധീനവും കാരണം സ്റ്റേഷനിലെ നടപടികൾ വേഗത്തിലായി. ഒടുവിൽ ജാമ്യ പേപ്പറുകളിൽ ഒപ്പിട്ട് ജാനിയുടെ കൈക്ക് പിടിച്ച് അവൻ സ്റ്റേഷന് പുറത്തേക്ക് നടന്നു. ആദിത്യന് തൻ്റെ ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയാതെ പോയി. നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്ന ജാനി? എന്തിനാടി നീ എല്ലാം നിൻ്റെ തലയിൽ ചുമക്കുന്നത്? നിൻ്റെ അമ്മയും അനിയനും നിന്നെ ചതിക്കുകയാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ലേ? എന്താ നീ മിണ്ടാതെ ആ ജീപ്പിൽ കയറി പോകുന്നത്? ആദിത്യൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവളോടുള്ള കടുത്ത പ്രണയവും അവളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവും അവ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ജാനി ഒന്നും മിണ്ടിയില്ല. അവൾ തളർച്ചയോടെ അവനെ നോക്കി. ആ കണ്ണുകളിലെ ശൂന്യത കണ്ടപ്പോൾ ആദിത്യൻ്റെ ഉള്ളിലെ ദേഷ്യം അപ്പടി ഒറ്റ നിമിഷം കൊണ്ട് ഉരുകിപ്പോയി. എന്തോരം ദ്രോഹിച്ചടി അവർ നിന്നെ. ആ പോലീസുകാർ പോലും നിന്നെ. അവൾ അനുഭവിച്ച യാതനകൾ ഓർത്ത് ആദിത്യൻ്റെ വാക്കുകൾ പൂർണ്ണമാക്കാനാവാതെ അവൻ വിതുമ്പിപ്പോയി. അവൻ ഒട്ടും ആലോചിച്ചില്ല. ആ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജാനിയെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ച് മുറുകെ കെട്ടിപ്പിടിച്ചു. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്നേഹവും സുരക്ഷിതത്വവും ആ ആലിംഗനത്തിലുണ്ടായിരുന്നു. ആ നെഞ്ചിൽ കിടന്ന് ജാനി ഒടുവിൽ ഉറക്കി കരഞ്ഞുപോയി. അവളുടെ കണ്ണീർ അവൻ്റെ ഷർട്ടിലേക്ക് പടർന്നു. ആദിത്യൻ്റെ കണ്ണുകളിൽ നിന്നും കനത്ത കണ്ണീർ തുള്ളികൾ അവളുടെ തലമുടിയിലേക്ക് ഇറ്റുവീണു. തൻ്റെ ജീവനായവളെ ലോകത്തിൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച പ്രതിജ്ഞയായിരുന്നു ആ കണ്ണീർ. ഇനി നിന്നെ ഞാൻ അവിടെ വിടില്ല ജാനി, നീ എൻ്റെ കൂടെ വാ. ആദിത്യൻ അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ അപ്പോഴും പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലിരിക്കുകയായിരുന്നു ജിതിൻ. കട്ടിലിൽ ശാരദയും ഉണ്ടായിരുന്നു. വാതിൽ ശക്തമായി തുറന്ന് ജാനിയുടെ കൈയും പിടിച്ച് ആദിത്യൻ അകത്തേക്ക് കയറി വന്നപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി. ആദിത്യൻ്റെ കണ്ണുകൾ കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ ശാരദയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ എന്തിനാണ് ജാനിയോട് ഇത് ചെയ്തത്? ഒരമ്മയ്ക്ക് എങ്ങനെ സ്വന്തം മകളെ ഇങ്ങനെ ചതിക്കാൻ തോന്നി? ആദിത്യൻ്റെ ഗർജനം ആ ചെറിയ വീട്ടിൽ മുഴങ്ങി. സ്വന്തം മകൻ്റെ തെറ്റ് മറക്കാൻ വേണ്ടി നിരപരാധിയായ ജാനിയെ നിങ്ങൾ പോലീസിന് ഒറ്റിക്കൊടുത്തു അല്ലേ? നിങ്ങൾക്കൊരു കളിപ്പാവയായി ഇനി ജാനിയെ ഞാൻ ഈ വീട്ടിൽ വിട്ടുതരില്ല. അവൻ ജാനിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇവൾ ഇനി ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ ഇവളെ കൊണ്ടുപോവുകയാണ്. ഇവളുടെ ജീവിതം തകർക്കാൻ ഇനി ആരെയും ഞാൻ അനുവദിക്കില്ല. അത് കേട്ടതും കട്ടിലിൽ കിടന്ന ശാരദയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. രോഗത്തിൻ്റെ തളർച്ചയിലും അവരുടെ ഉള്ളിലെ അഹങ്കാരവും ജാനിയോടുള്ള വെറുപ്പും പുറത്തു വന്നു.
നീ പോണെങ്കിൽ പോടി. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോ? എൻ്റെ മകൻ ജിതിനുണ്ട്. എൻ്റെ മകൻ എന്നെ നോക്കും. നിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. പോയി തുലയടി മൂദേവി. ശാരദയുടെ അവസാനത്തെ ശാപവാക്കുകൾ കേട്ടപ്പോൾ ജാനിയുടെ മനസ്സിൽ അതുവരെ അവശേഷിച്ചിരുന്ന എല്ലാ വിഷമങ്ങളും ഒഴിഞ്ഞുപോയി. തൻ്റെ അമ്മക്ക് താൻ ആരായിരുന്നു എന്ന് അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അവൾ ആദിത്യൻ്റെ കൈകളിലേക്ക് നോക്കി. ആ കൈകളിൽ അവൾക്ക് ജീവിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. ജാനി കണ്ണീർ തുടച്ചുകൊണ്ട് തൻ്റെ അമ്മയെയും അനിയനെയും അവസാനമായി ഒരു നോക്ക് നോക്കി. ആദിത്യൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ ഇറങ്ങി നടന്നു. കനത്ത മഴക്കും ഇരുട്ടിനും അപ്പുറം അവൾക്കായി ഒരു പുതിയ പുലരി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം കാലം അതിൻ്റെ ചക്രങ്ങൾ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ ഒരുപാട് കടന്നു പോയപ്പോൾ ജാനിയുടെയും ആദിത്യൻ്റെയും ജീവിതം ഇന്ന് സകല സുഖ സൗകര്യങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു സ്വർഗമായി മാറിയിരിക്കുന്നു. പഴയ ആ കറുത്ത പെയ്തൊഴിഞ്ഞ മഴക്കാലവും ശാപവാക്കുകളുമൊക്കെ ഇന്ന് ജാനിക്ക് ഒരു ദുസ്വപ്നം മാത്രമാണ്. കൈലാസം തറവാടിൻ്റെ പ്രതാപത്തിനൊപ്പം ആദിത്യൻ്റെ കരുതലിൽ ജാനി ഒരു രാജ്ഞിയെ പോലെയാണ് ഇന്ന് ജീവിക്കുന്നത്. തന്നേക്കാൾ പ്രാണനായി ആദ്യം അവളെ ചേർത്തു പിടിച്ചു. ജാനിയുടെ ഉള്ളിലെ പഠിക്കണമെന്ന ആഗ്രഹത്തെ ആദിത്യൻ തന്നെയാണ് വീണ്ടും തട്ടിയുണർത്തിയത്. അവളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അവൻ ഒരുക്കി കൊടുത്തു. ഉയർന്ന മാർക്കോടെ തന്നെ ജാനി തൻ്റെ ബിരുദം പൂർത്തിയാക്കി. അവിടെയും തീർന്നില്ല ആദിത്യൻ്റെ കരുതൽ. ടൗണിൽ സകല ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു വലിയ ഡിസൈനർ ബൗട്ടിക് അവൻ സ്വന്തമായി അവൾക്ക് ഇട്ടുകൊടുത്തു. ഇന്ന് ആ നാട്ടിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലൊന്നിൻ്റെ ഉടമസ്ഥയാണ് ജാനി. സ്വന്തം കാലിൽ നിൽക്കുമ്പോഴും തന്നെ ഈ നിലയിലെത്തിച്ച തൻ്റെ ആദ്യേട്ടനോട് ജാനിക്ക് പ്രണയത്തിനപ്പുറം ഒരു വലിയ ബഹുമാനമുണ്ട്. എന്നാൽ വിധി മറ്റൊരിടത്ത് അതിൻ്റെ ക്രൂരമായ കണക്കുകൾ വീട്ടുകയായിരുന്നു. ജിതിൻ നന്നാവുമെന്ന് കരുതി സ്വന്തം മകളെ ജീവനോടെ കുരുതി കൊടുത്ത ശാരദക്ക് തെറ്റിപ്പോയി. അമ്മയുടെ അമിതമായ സ്നേഹവും പ്രോത്സാഹനവും ജിതിനെ കൂടുതൽ മോശം വഴികളിലേക്കാണ് തെറ്റിച്ചത്. അവൻ വീണ്ടും ലഹരിമരുന്നിൻ്റെ കച്ചവടത്തിലും ഉപയോഗത്തിലും പെട്ടു. കടങ്ങൾ വരുത്തിവെച്ചു. ഒടുവിൽ ഗുണ്ടാ സംഘങ്ങളുമായുള്ള അടിപിടിയിൽപ്പെട്ട് അവൻ്റെ ജീവിതം പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. കട്ടിലിൽ പൂർണ്ണമായും തളർന്നു കിടക്കുന്ന സ്വന്തം അമ്മയെ തിരിഞ്ഞു നോക്കാൻ പോലും ജിതിൻ തയ്യാറായില്ല. അവർക്കൊരു നേരം കഴിക്കാൻ കഞ്ഞിയോ ജീവൻ നിലനിർത്താനുള്ള മരുന്നോ വാങ്ങിക്കൊടുക്കാൻ അവന് താല്പര്യമില്ല. അയൽപക്കത്തുള്ളവർ ദയ തോന്നി കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിലാണ് ശാരദയുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. വിശപ്പ് കൊണ്ട് വയറെരിയുമ്പോഴും തണുത്തുറഞ്ഞ രാത്രികളിൽ ആരും നോക്കാനില്ലാതെ പണിച്ചുറക്കുമ്പോഴും ശാരദയുടെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകും. കനത്ത മഴയത്ത് പണിച്ചുറച്ച തൻ്റെ മകളെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ചെയ്യാത്ത കുറ്റത്തിന് പോലീസിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതുമായ ആ ദിവസങ്ങൾ ശാരദയുടെ മനസ്സിൽ ഒരു കനലായി എരിഞ്ഞു. എൻ്റെ കുഞ്ഞ്, അവൾ എനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ. ചോര നിരാക്കി ഉണ്ടാക്കിയ കാശല്ലേ ഞാൻ ആ ദുഷ്ടന് വാരിക്കൊടുത്തത്. ദൈവമേ, ഞാൻ അവളോട് ക്രൂരതയല്ലേ കാണിച്ചേ. എല്ലാ ദിവസവും ശാരദ പൊട്ടിക്കരയും. അന്ന് ജാനി അനുഭവിച്ച അതേ വേദനയുടെ 100 ഇരട്ടിയാണ് ഇന്ന് പശ്ചാത്താപത്തിൻ്റെ രൂപത്തിൽ ശാരദയുടെ ഹൃദയത്തെ തുളച്ചു കയറുന്നത്. തൻ്റെ മകളോട് ചെയ്ത പാപത്തിന് അനുഭവിച്ചു തീർക്കുന്ന ശിക്ഷയാണ് ഈ നരകയാതന എന്ന് അവർ തിരിച്ചറിഞ്ഞു. അവളോട് ഒരു വട്ടം മാപ്പ് ചോദിക്കാൻ അവരുടെ ഹൃദയം കൊതിച്ചു. പക്ഷെ അതിനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്നോർത്ത് ആ അമ്മ കിടക്കപ്പായിൽ കിടന്ന് വിതുമ്പി. വൈകുന്നേരത്തെ തണുത്ത കാറ്റേറ്റ് തൻ്റെ വലിയ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ജാനി ഇരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് അവളുടെ കൈകളിൽ മുറുകി പിടിച്ച് പുഞ്ചിരിയോടെ വണ്ടി ഓടിക്കുന്ന ആദിത്യൻ. പഴയ വഴിയോരത്തെ വീടിൻ്റെ മുന്നിലൂടെ കാർ കടന്നു പോയപ്പോൾ ജാനി ഒരു നിമിഷം ആ വീടിൻ്റെ പടിക്കലേക്ക് നോക്കി. അവിടെ ശൂന്യത മാത്രം. ഉള്ളിൽ ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും അവൾ കണ്ണുകൾ അടച്ചു. പിന്നീട് ആദിത്യൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ആ നെഞ്ചിലേക്ക് പതുക്കെ ചാരിയിരുന്നു. തനിക്കായി ആദിത്യൻ ഒരുക്കിയ ഈ പ്രണയതീരത്ത് പഴയ കണ്ണീരിൻ്റെ കയ്പില്ലാത്ത പ്രണയത്തിൻ്റെ മധുരം മാത്രം നുണഞ്ഞുകൊണ്ട് ജാനി ആദിക്ക് മാത്രമായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. ആ പ്രണയം പെയ്തു തോരാത്ത ഒരു കനത്ത മഴയായിരുന്നു. ആദ്യം അത് ജാനിയുടെ കണ്ണുകളിലൂടെയാണ് പെയ്തതെങ്കിൽ ഇപ്പോൾ അത് ആദിത്യൻ്റെ ഹൃദയത്തിൽ നിന്ന് അവളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി പെയ്യുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ടൗണിലെ ഏറ്റവും പ്രശസ്തമായ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആ ലക്ഷറി വില്ലയുടെ വലിയ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ജാനിയുടെ മനസ്സിൽ പഴയൊരു ഓർമ്മയുടെ നിഴൽ പോലും അവശേഷിച്ചിരുന്നില്ല. ആകാശം അപ്പോഴും നേരിയ തോതിൽ മേഘാവൃതമായിരിക്കുന്നു. പെയ്യാൻ മടിച്ചു നിൽക്കുന്ന പഞ്ഞിക്കെട്ടുകൾ പോലുള്ള കാർമേഘങ്ങൾ. തണുത്ത കാറ്റ് അവളുടെ പട്ടുസാരിയുടെ തലപ്പ് വായുവിൽ ഉലച്ചുകൊണ്ടിരുന്നു.
ടൗണിലെ ഏറ്റവും വലിയ ബൗട്ടിക്കായ ജാനി ഡിസൈൻസിൻ്റെ ഉടമയായ ജാനി ആദിത്യന് ഇന്ന് കേവലം ഒരു തയ്യൽക്കാരി മാത്രമല്ല, കോടികളുടെ വിറ്റുവരവുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപതി കൂടിയാണ് ഇന്ന് ജാനി. പക്ഷെ ആ ആഡംബരങ്ങൾക്കിടയിലും അവളുടെ ഹൃദയം ഇപ്പോഴും ആ പഴയ 9 വയസ്സുകാരി ജാനിയുടേതുപോലെ പവിത്രമായിരുന്നു. പെട്ടെന്നാണ് പുറകിലൂടെ 2 ശക്തമായ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് ചുറ്റിച്ചത്. തിരിഞ്ഞു നോക്കാതെ തന്നെ ആ സ്പർശനത്തിൻ്റെ ചൂടിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു അതാരാണെന്ന്. അവളുടെ ആദിയേട്ടൻ. എന്താടോ എൻ്റെ ജാനിക്കുട്ടി തണുത്ത കാറ്റും കൊണ്ട് ഇവിടെ ആലോചിച്ച് നിൽക്കുന്നത്? ആദിത്യൻ അവളുടെ പിൻഭാഗത്ത് തൻ്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് ആർദ്രമായി ചോദിച്ചു. അവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. അവൾ പതുക്കെ അവൻ്റെ കൈകൾക്ക് മീതെ സ്വന്തം കൈകൾ വെച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. ഒന്നുമില്ല ആദിയേട്ടാ, ചുമ്മാ പഴയ കാര്യങ്ങൾ ഓർത്തുപോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്ന് ജീവിക്കുന്നത് ഒരു സ്വപ്നത്തിലാണോ എന്ന് തോന്നിപ്പോകും ചിലപ്പോഴൊക്കെ. ജാനി അവൻ്റെ മുഖത്തേക്ക് നോക്കി പതുക്കെ മന്ത്രിച്ചു. ഇത് സ്വപ്നമൊന്നുമല്ല എൻ്റെ ജാനിക്കുട്ടി. ആദിത്യൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവൻ്റെ കാന്തം പോലുള്ള കണ്ണുകൾ ജാനിയുടെ മുഖത്ത് ആഴ്ന്നിറങ്ങി. ആ കട്ടിമീശയും പുഞ്ചിരിയും അവളിലെ പ്രണയത്തെ വീണ്ടും ജ്വലിപ്പിച്ചു. അവൾ നാണത്തോടെ കണ്ണുകൾ വെട്ടിക്കാൻ നോക്കിയെങ്കിലും ആദിത്യൻ അവളുടെ താടിയിൽ പിടിച്ചുയർത്തി തൻ്റെ മുഖത്തോടടുപ്പിച്ചു. നീ അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം ദൈവം തന്ന പ്രതിഫലമാണിത്. അന്ന് ആ സ്റ്റേഷൻ വരാന്തതയിൽ വെച്ച് ഞാൻ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്തപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ഈ ജന്മത്തിൽ എൻ്റെ ജാനിക്ക് കരയാൻ ഒരവസരം പോലും ഞാൻ ഇനി ഉണ്ടാക്കില്ലെന്ന്. ഇന്ന് നീ നിൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഈ നിലയിലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഈ ആദിത്യനാണ്. അവൻ അവളുടെ നെറുകയിൽ ആഴത്തിലൊരു ചുംബനം നൽകി. ആ സ്പർശനത്തിൻ്റെ മധുരത്തിൽ ജാനി കണ്ണുകൾ പൂട്ടിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ കോളറുകളിൽ മുറുകെ പിടിച്ചു. ആദിത്യൻ പതുക്കെ മുന്നോട്ടാഞ്ഞ് അവളുടെ കവിളിലൂടെ വിരലൊടിച്ചു. അവൻ്റെ വിരൽ തുമ്പുകൾ അവളുടെ ചുണ്ടുകളെ തൊട്ടതോടെ അന്തരീക്ഷത്തിലെ തണുപ്പ് അപ്രത്യക്ഷമായി. പകരം പ്രണയത്തിൻ്റെ കനൽ ചൂട് പടർന്നു. ആദിത്യൻ അവളുടെ ഇടുപ്പിലെ പിടുത്തം മുറുക്കി അവളെ തന്നിലേക്ക് ഒട്ടിച്ചു നിർത്തി. അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ പതുക്കെ മുഖം താഴ്ത്തി. ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അവരുടെ ചുണ്ടുകൾ പരസ്പരം കോർത്തു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒട്ടും കുറയാത്ത കാട്ടുതീ പോലുള്ള പ്രണയത്തിൻ്റെ തീക്ഷ്ണത ആ ചുംബനത്തിൽ ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ചുകൊണ്ട് ആ ചുംബനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ചുറ്റുമുള്ള ലോകവും കഴിഞ്ഞ കാലത്തെ കൈപ്പേറിയ ഓർമ്മകളും ആ പ്രണയ നിമിഷത്തിൽ അലിഞ്ഞില്ലാതായി. ഒരുപാട് നേരത്തിനു ശേഷം ആദിത്യൻ അവളിൽ നിന്നും പതുക്കെ അടർന്നു മാറിയപ്പോൾ ജാനിയുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. അവൾ ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. ആദിത്യൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് അവളെ വാരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. വരും ജന്മങ്ങളിൽ താൻ ഈ ആദിത്യൻ്റെ മാത്രമായിരിക്കുമെന്ന് ജാനി മനസ്സിൽ ഉറപ്പിച്ചു. അതേസമയം നഗരത്തിൻ്റെ മറ്റൊരു ഇരുണ്ട കോണിൽ വിധി അതിൻ്റെ ഏറ്റവും ഭീകരമായ അധ്യായം എഴുതുകയായിരുന്നു. ഒരു വലിയ ഗോഡൌണിൻ്റെ പുറകിൽ വെച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കൈമാറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജിതിൻ നാടകീയമായി പോലീസ് വലയിലാകുന്നത്. കുറച്ചു കാലമായി അവൻ പോലീസിൻ്റെ ഷാഡോ ടീമിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. മുമ്പ് ചെറിയ കഞ്ചാവ് കേസുകളിൽ നിന്ന് കള്ള സ്വാധീനം കൊണ്ടും മറ്റു രക്ഷപ്പെട്ട ജിതിൻ ഇത്തവണ പിഴച്ചു. കൈ മുകളിൽ പൊക്കടാ. പോലീസുകാർ തോക്ക് ചൂണ്ടിക്കൊണ്ട് പാഞ്ഞെടുത്തപ്പോൾ ജിതിൻ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കോൺസ്റ്റബിളുമാർ അവനെ തറയിലിട്ട് ചവിട്ടി പിടിച്ചു. അവൻ്റെ കയ്യിലെ ബാഗിൽ നിന്നും മാരകമായ രാസലഹരി മരുന്നുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇത്തവണ ജാമ്യം പോലും ലഭിക്കാത്ത വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത നാർക്കോട്ടിക് നിയമപ്രകാരമുള്ള കേസാണ് അവനെതിരെ ചാർജ് ചെയ്തത്. പോലീസുകാരുടെ ബൂട്ടിൻ്റെ ചവിട്ടേറ്റ് ലോക്കപ്പിലേക്ക് വീഴുമ്പോൾ ജിതിൻ കരഞ്ഞു നിലവിളിച്ചെങ്കിലും അവനെ രക്ഷിക്കാൻ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോ പണമോ ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ജീവിതം സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഇരുളടഞ്ഞ ഒരു തുരങ്കത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. മകൻ ജയിലിലായ വിവരം അറിഞ്ഞതോടെ പക്ഷാപാതം വന്ന് കിടപ്പിലായ ശാരദയുടെ നില അതീവ ഗുരുതരമായി. മകനെ അന്ധമായി സ്നേഹിച്ച് മകളെ ചതിച്ച ശാരദയെ നോക്കാൻ ഇന്ന് ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. ജിതിൻ വരുത്തിവെച്ച കടങ്ങൾ കാരണം ജപ്തി ഭീഷണിയിലായ ആ വീട് ഒടുവിൽ ബാങ്കുകാർ പൂട്ടി മുദ്രവെച്ചു. ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട ശാരദയെ അയൽവാസികൾ ഇടപെട്ടാണ് ടൗണിലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനത്തിൽ എത്തിച്ചത്. വലിയൊരു ഹാളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഇരുമ്പ് കട്ടിലുകളിൽ ഒന്നിൽ ഒരു പായയിൽ ശാരദ ഇന്ന് കിടക്കുകയാണ്. അവിടെ ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. മരുന്നിൻ്റെ മണവും അനാഥത്തിൻ്റെ വിലാപങ്ങളും മാത്രം നിറഞ്ഞ ആ വലിയ മുറിയുടെ കോണിൽ കിടന്ന് ശാരദയുടെ കണ്ണുകൾ എപ്പോഴും ആ വാതിലിലേക്ക് നീണ്ടു. വിശക്കുമ്പോൾ ഒരു തുള്ളി കഞ്ഞി തരാൻ പോലുമില്ലാതെ ഓർമ്മകളിൽ ജാനിയുടെ മുഖം തെളിയുമ്പോൾ ശാരദയുടെ നെഞ്ച് പൊട്ടിപ്പോകുമായിരുന്നു.
എൻ്റെ ജാനി, എൻ്റെ മോൾ, അവൾ എന്നെ എത്ര സ്നേഹിച്ചതാ. എൻ്റെ കുഞ്ഞിൻ്റെ ശാപമാണിത്. ശാരദ കിടക്കപ്പായയിൽ കിടന്ന് ഉറക്കെ കരഞ്ഞു. അവരുടെ 2 കവിളിലൂടെയും കണ്ണീർ ഒലിച്ചിറങ്ങി ചെവികളിൽ പടർന്നു. ചെയ്തു പോയ തെറ്റുകൾക്ക് കാലം തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് പശ്ചാത്താപമെന്ന് അവർ തിരിച്ചറിഞ്ഞു. മകനെ വളർത്തിയതിൽ തനിക്ക് പറ്റിയ തെറ്റും നിരപരാധിയായ മകളെ ക്രൂശിച്ചതിലെ ക്രൂരതയും ഓർത്ത് ശാരദയുടെ ആത്മാവ് ദിവസവും നരകയാതന അനുഭവിച്ചു. ഒരു വട്ടമെങ്കിലും ജാനിയെ കണ്ട് അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ ആ അമ്മയുടെ ഹൃദയം കുതിച്ചു. പക്ഷേ അതിനുള്ള യോഗ്യത തനിക്കില്ലെന്ന് ഓർത്ത് അവർ ഇരുണ്ട വൃദ്ധസദനത്തിൻ്റെ കോണിൽ കിടന്ന് വിതുമ്പിക്കൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആദിത്യൻ്റെ നിർബന്ധപ്രകാരം നാട്ടിലെ വൃദ്ധസദനങ്ങളെ സഹായിക്കുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായി ജാനി ആ വൃദ്ധസദനം സന്ദർശിക്കാനെത്തി. കാടിൽ നിന്നിറങ്ങിയ ജാനിയുടെ കൈകളിൽ പിടിച്ച് ആദിത്യനും കൂടെയുണ്ടായിരുന്നു. ഹാളിലേക്ക് നടന്നു വരുമ്പോൾ പല വൃദ്ധരുടെയും ദയനീയ മുഖം കണ്ട് ജാനിയുടെ മനസ്സലിഞ്ഞു. എന്നാൽ ആ ഹാളിലെ അവസാനത്തെ കട്ടിലിൽ മെലിഞ്ഞുണങ്ങി ചലനമറ്റ് കിടക്കുന്ന രൂപം കണ്ടതും ജാനി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. അത് തൻ്റെ അമ്മയായിരുന്നു. ജാനി പതുക്കെ ആ കട്ടിലിനടുത്തേക്ക് നടന്നു. കാലൊച്ച കേട്ട് ശാരദ പതുക്കെ കണ്ണു തുറന്നു. മുന്നിൽ സകല സൗഭാഗ്യങ്ങളോടും കൂടി ലക്ഷറി സാരിയെടുത്ത് ദേവതകളെ പോലെ നിൽക്കുന്ന സ്വന്തം മകൾ, തൊട്ടടുത്ത് അവൾക്ക് കാവലായി നിൽക്കുന്ന അവളുടെ ആദിത്യൻ. ശാരദയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും വിടർന്നു. അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. വിറക്കുന്ന കൈകൾ ഉയർത്തി അവൾ ജാനിയെ ഒന്ന് നോക്കി അലറിക്കരഞ്ഞു. മോളെ ജാനി, അമ്മയോട് ക്ഷമിക്കടി, അമ്മയോട് പൊറുക്കടി. നിന്നെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. അമ്മക്ക് തെറ്റിപ്പോയി മോളെ. ശാരദ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് മകളുടെ കൈകളിൽ പിടിക്കാൻ ആഞ്ഞു. ജാനിയുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. പക്ഷെ അമ്മയുടെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ വെറുപ്പുകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. അവൾ പതുക്കെ മുന്നോട്ടാഞ്ഞ് ശാരദയുടെ വിറക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി. ഞാൻ അമ്മയോട് പണ്ടേ ക്ഷമിച്ചതാ അമ്മേ, എനിക്ക് ആരോടും ദേഷ്യമില്ല, ജാനി പതുക്കെ പറഞ്ഞു. ശാരദ മകളുടെ കൈകളിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞു. പശ്ചാത്താപത്തിൻ്റെ ആ കണ്ണീർ ജാനിയുടെ കൈകളെ നനച്ചു. ജാനി പതുക്കെ തിരിഞ്ഞ് ആദിത്യനെ നോക്കി. ആദിത്യൻ പുഞ്ചിരിയോടെ അവളുടെ തോളിൽ തട്ടി. അവൾ എന്ത് തീരുമാനമെടുത്താലും താൻ കൂടെ ഉണ്ടാവുമെന്ന് ആ കണ്ണുകൾ ഉറപ്പ് നൽകി. അമ്മ ഇവിടെ കിടക്കണ്ട, അമ്മയെ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, നോക്കാൻ ആളുകളെ ഏർപ്പാടാക്കാം, ജാനി അമ്മയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. താൻ ക്രൂരമായി തള്ളിക്കളഞ്ഞിട്ടും തനിക്ക് തണലാകാൻ വന്ന മകളെ നോക്കി ശാരദയുടെ ഉള്ളം നിറഞ്ഞു. ദൈവത്തിൻ്റെ കാവ്യനീതി അപ്പോഴേക്കും പൂർണ്ണമായിരുന്നു. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും ത്യാഗം സഹിച്ചവർ സിംഹാസനങ്ങളിൽ ഇരുത്തപ്പെടുകയും ചെയ്തു. വൈകുന്നേരത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ വൃദ്ധസദനത്തിൻ്റെ പടികളിറങ്ങി ആദിത്യൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് കാറിലേക്ക് നടക്കുമ്പോൾ ജാനിയുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നു. ആകാശത്തെ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞുപോയിരുന്നു. പകരം മനോഹരമായൊരു സന്ധ്യ അവിടെ വിരിഞ്ഞു നിന്നു. തന്നെ ജീവനായി സ്നേഹിച്ചിരുന്ന ആദിത്യൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുമ്പോൾ ജാനി തൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളെല്ലാം എന്നേക്കുമായി അടച്ചുവെച്ച് കഴിഞ്ഞിരുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എത്തരത്തിലുള്ള സ്റ്റോറികളാണ് നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടനെ അങ്ങനെ ഒരു സ്റ്റോറിയുമായി